ഞാൻ മകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് ഇങ്ങനെയായിരുന്നു. എനിക്കെന്തെങ്കിലും അപകടം വന്നാൽ അവള് തീരെ ചെറുതാണ്. അവൾക്ക് അവിടെ ഡൽഹിയിൽ ആരും അവൾക്കില്ല. എനിക്കാരും ബന്ധുക്കളില്ല. എൻ്റെ നാട്ടിന്ന് ആരെങ്കിലും വരണം. ഞാൻ മരിച്ചു പോയാൽ ഈ 1 വയസ്സോ 2 വയസ്സോ 4 വയസ്സോ 6 വയസ്സോ ഉള്ള ആ കുഞ്ഞ് തനിയെ അവിടെ ആയിപ്പോവും. പിന്നീടുള്ളത് എന്താണെന്ന് ഇവിടുന്ന് ഹസ്ബൻഡ് വരുന്നവരെയും ഒന്ന് കെയർ ചെയ്യാൻ പോലും ആരുമില്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥിതികളുണ്ടായിരുന്നു. ഇനി അവക്കെന്തേലും വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഞാൻ തനിയെയാണ് അവിടെ. ആസ്പത്രിയിൽ നമുക്ക് പോണം. പിന്നെ നെട്ടോട്ടം നമ്മൾ ഓടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് അവൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അവളെന്നും പ്രാർത്ഥിക്കും, ഈശോയെ ഞങ്ങളുടെ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങാൻ പോകുന്നതിന് അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു. ഇതായിരുന്നു അവളുടെ ഡെയിലിയുള്ള പ്രാർത്ഥന. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവൾക്ക് ഇനി അഥവാ എന്തെങ്കിലും അസുഖം വന്നെന്ന് പറഞ്ഞാലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. കുഞ്ഞുങ്ങളാകുമ്പോൾ അസുഖം ഉണ്ടാകും, നമ്മൾ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അപ്പം നമ്മൾ ചെയ്യുന്നത് കൊതുകടിയും കൊണ്ട് പുറത്തെവിടെയെങ്കിലും പോയി ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ച് ആരും സഹായത്തിനില്ലാതെ മാറിയിരിക്കാനായിട്ട് ആളില്ലാണ്ട് എത്രമാത്രം നമ്മൾ വിഷമിക്കും. അപ്പോൾ അതൊരു കാര്യം. ആദ്യമായിട്ട് ഹസ്ബൻഡ് ഇവള് തന്നെ ഇരുന്ന് സ്പോണ്ടേനിയസ് പ്രയർ ചെയ്ത് കിടക്കുന്ന കാലുമൊക്കെ അങ്ങോട്ട് നീട്ടി നിന്നോന്നാണ് ഞാൻ ഓർക്കുക. കട്ടിലിൻ്റെ നടുവിലോട്ട് കയറി ഇരുന്നേച്ച് കാലുമൊക്കെ നീട്ടിപ്പിടിച്ചിരുന്നേച്ച് കൈയും കൊപ്പി ചുണ്ട് മാത്രം ഇങ്ങനെ അനങ്ങുന്ന കാണാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ മുറി നിൽക്കുന്നുണ്ട്, അവിടെ മുറിയിൽ കിടക്കാൻ പോവുക. അപ്പോൾ എല്ലാം കിസ് ചെയ്തൊക്കെ നമ്മൾ ഉറങ്ങാൻ പോവുമല്ലോ. ഒന്നെങ്കിൽ ഞാൻ പോകും, പപ്പ പോകും. അന്നേരം കൈ പിടിച്ച് ഇങ്ങനെ വിശ്വസിച്ച് ഏതാണ്ട് പറയുന്നതും കേട്ട് അങ്ങോട്ട് കിടന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ 1 മിനിറ്റും കൊണ്ട് പ്രാർത്ഥിച്ച് കിടക്കുകയാണോ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞല്ലേ, അമ്മി 1 മിനിറ്റും കൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റും. ഇതാണ് അവൾ പറഞ്ഞത്. 1 മിനിറ്റും കൊണ്ട് ഒത്തിരി പറയാൻ പറ്റുമെന്ന് ഈശോൻ്റെ അടുക്കൽ. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് പ്രിയ മക്കളെ, ഇതിപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, നാളെയാണ് ഇതിൻ്റെ ദിവസം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നാളെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി വരണം. നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാമോ? ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പം ചിന്തിക്കുകയാണെങ്കിലേ, നിങ്ങൾ ചിന്തിച്ചാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകാം, നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് താങ്ക്സ്? ജിത്സിക്ക് എന്തിനാണ് താങ്ക്സ് പറയാനുള്ളത് എനിക്കറിയാം. അത് നമ്മളെല്ലാം അറിഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഞാൻ തമാശയ്ക്ക് പറയുകയല്ല. കാരണം ജിത്സിക്ക് ആഗ്രഹിച്ചിരുന്ന 2 വർഷം കഴിഞ്ഞിട്ട് ഒരു ജോലി ഉദ്ദേശിച്ചതുപോലെ ഉദ്ദേശിച്ച സ്കൂളിൽ അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്, കിട്ടി. അത് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. സാക്ഷ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു. ബാക്കിയുള്ളവർക്കൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടൊന്നും പറയാനുണ്ടാവില്ല, എനിക്കറിയില്ല അത്. പക്ഷേ ഓരോരുത്തർക്കും എന്താണ് കിട്ടിയത്, നിങ്ങൾ ഒരു ലിസ്റ്റ് എഴുതി വെച്ചാൽ, നമ്മൾ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ജാനുവരി തൊട്ട് ഇപ്പം വരെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 4-5 പേജ് കാണണം. ജാനുവരിയിൽ ഉണ്ടാകാമാവുന്ന അപകടം. നാളെ പ്രിൻസി പറയുന്ന കേട്ടില്ല, വണ്ടി എടുത്തോണ്ട് എന്തായിരുന്നു അവൾ 2 വീലർ എടുത്തോണ്ട് പള്ളിയിലോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ ഒരു വിൻഡ് പോകുന്ന കണക്ക്, ഒരു കൊടുങ്കാറ്റ് പാഞ്ഞു പോകുന്ന കണക്ക് ഒരു സാധനം പോയെന്ന് മുൻവശത്ത് കൂടെ. ഒരു കാറായിരുന്നു. തൊട്ടിരുന്നെങ്കിൽ ആ വരവിനെ ചീറിപ്പാഞ്ഞുള്ള രാവിലത്തെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ സിവിക് സെൻസ് ഇല്ലാത്ത ആൾക്കാരാണല്ലോ, റോഡ് സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. ഈ അപകടം മുഴുവനും ഉണ്ടാകേണ്ടിയിട്ടുണ്ടാകുന്നതല്ല. ഒരു പോക്ക് അങ്ങോട്ട് പോയി ബ്രിവിഡായിട്ട്, അതായത് വിറച്ചും കൊണ്ട് അന്ന് പ്രിൻസി പറയുന്നുണ്ടായി, സിസ്റ്ററെ രാവിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഒരു സ്പ്ലിറ്റ് സെക്കൻഡും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ വണ്ടിയുടെ അടി ഞാൻ പെട്ടായിരുന്നു. അവരുടെ വീടിൻ്റെ മുൻവശത്ത് റോഡിലോട്ട് ഇറങ്ങുകയാണ് രാവിലെ തന്നെ. ഇത് അവരുടെ മാത്രം കാര്യമല്ല, നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകാം, ഉണ്ടായിട്ടുണ്ടാകണം. എന്തെല്ലാം കാര്യത്തിന് നന്ദി പറയണം. ഞാനിപ്പോൾ ഞാൻ വിചാരിക്കും, ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഓ ഇത്ര ഒരു ചെറിയ കാര്യത്തിനാണോ അവർ ആത്മഹത്യ ചെയ്തത് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് അത്രയ്ക്ക്, എപ്പോഴും ഞാൻ പറയുന്നതാണ്, ആത്മഹത്യ ചെയ്യുന്നത് ജീവിതത്തിലും ക്രിസ്തുവിലും പ്രതീക്ഷ അറ്റുപോയ ആൾക്കാരാണ്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് അത് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുക ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ അവർ ആത്മഹത്യ ചെയ്തത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടാണ് അത് തോന്നുക. ഒരു സ്പ്ലിറ്റ് സെക്കൻഡും കൊണ്ടാണ് ആൾക്കാർ മിക്കവാറും ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന
ആ ഒരു അവസ്ഥയിലോട്ട്, അതായത് ആ ഒരു ആക്റ്റിലോട്ട് എത്തിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾക്കും നമ്മൾ വിചാരിക്കും എത്ര ചെറുതാണെന്ന്. പക്ഷെ നമുക്ക് അതിനേക്കാളും വലിയ പ്രശ്നങ്ങള് ഉണ്ടാവണമെന്നില്ല. അതിന്റെ പകുതി പോലും ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആ കൂടെ അപ്സെറ്റ് ആകും. ചിലവര് ജീവിതം വഴിമുട്ടി നിന്നിട്ടായിരിക്കും ആത്മഹത്യ ചെയ്യുന്നത്. സ്കൂളില് ഫീസ് കൊടുക്കാനില്ലാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. മാതാപിതാക്കള് മക്കളെ കല്യാണം കഴിച്ചു വിടാൻ പറ്റാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. എത്രമാത്രം വിഷമങ്ങളാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തില്. നമ്മള് മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോ നമ്മളെത്ര അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് വിചാരിക്കും. ഇന്ന് എനിക്കത് പറയാൻ പറ്റുമോന്ന് നിങ്ങള് ചോദിച്ചാൽ, ഞാനിന്ന് അനുഭവിക്കുന്ന രാവിലെ 3 മണിക്ക് ഈ പിശാച് ഇവിടെ ഇരുന്ന് എൻ്റെ കഴുത്തിന് ചുറ്റും, എനിക്ക് അതിൻ്റെയൊക്കെ ചിറക് എൻ്റെ മേത്ത് മുട്ടുന്നോന്ന് തോന്നത്തക്കവണ്ണം അത്രമാത്രം അസഹ്യമായിട്ട് തോന്നി. ഇപ്പഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഇത് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതിനൊരു പരിഹാരം ഒന്ന് നീ പറഞ്ഞു താ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ചെയ്യാവുന്നതെല്ലാം പ്രാർത്ഥനകളെല്ലാം, നൊവേനകളെല്ലാം, കുർബാനകളെല്ലാം 3ഉം 4ഉം മാസമായിട്ട് സോഫി ഇന്നലെയും പോയി ഇവിടെയൊക്കെയോ പോയിട്ട് കുർബാനകൾ അർപ്പിച്ചു. എൻ്റെ പൂർവികർക്ക് വേണ്ടി ചെയ്യണമെന്ന് ആർക്കോ കിട്ടി. സോഫിക്ക് തന്നെയാന്ന് തോന്നുന്നു. അതൊന്ന് ചെയ്യ് സിസ്റ്ററെ എന്നും പറഞ്ഞ് എൻ്റെ അമ്മയുടെ അപ്പൻ്റെയും അമ്മയ്ക്കും വേണ്ടി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും അപ്പനും വേണ്ടി ചെയ്തു. ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി മകൾക്ക് വേണ്ടി ഇന്നലെ മാസം എഴുതിയിട്ടു. എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റവുമില്ല. പക്ഷെ ഇത് എന്നെ ആ ഒരു കാര്യം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഇത് എന്നെ ദൈവത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർത്തണോ വേണ്ടയോ? ഒരിക്കലും നിർത്താൻ പാടില്ല. കാരണം ദൈവത്തോട് കൂടെ മാത്രമേ നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവം ഇല്ലാണ്ട് ഒരു പോംവഴി, ഒരു പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല, സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ചില ശുശ്രൂഷകരുടെ ജീവിതത്തില് ഇത് പല അച്ഛന്മാരും ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നാള് ഈയിടെ ജോസേട്ടന് ഇപ്പോഴല്ല കുറച്ച് നാൾ മുന്നേ വിളിച്ചപ്പോൾ അവര് ഞങ്ങള് സംസാരിച്ചപ്പം പുള്ളിക്കാരൻ എന്നോട് പറയുന്നത് കേട്ടു. ആരാണ്ട്രെ ഒരച്ഛന് ഇങ്ങനെ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ ശുശ്രൂഷയിൽ ഇരുന്നിട്ട് പിന്നെ അച്ഛൻ ഈശോ എന്നുള്ള, ഞാൻ തന്നെ മറ്റൊരു കാര്യം എപ്പോഴും പറയാറുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈശോ എന്നുള്ള വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഒരു വാക്ക് പറഞ്ഞപ്പം നെഞ്ചിൽ കയറി ഇത് ഏതോ ഒരു സാധനം ഇരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു ശുശ്രൂഷകരുടെ ജീവിതത്തില് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. എനിക്കിത് അപ്രതീക്ഷിതമാണ്. കാരണം ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടില്ല. എന്തൊക്കെയാണേലും ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. കാരണം വചനം പറയുന്നതിന് എതിരായിട്ടല്ലല്ലോ പിന്നെ. വചനം പറയുന്നത് തലമുടി നാര് പോലും പൊഴിയുന്നത് എൻ്റെ അനുവാദവും എൻ്റെ അറിവോടും കൂടിയാണെന്ന്. അങ്ങനെയെങ്കിൽ ഇത് ദൈവം അറിയുന്നില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അനുവദിക്കുന്നില്ല എന്നും പറയാൻ പറ്റത്തില്ല. ഇതിനെല്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കില് പ്രത്യേകത ഒന്നേ ഉള്ളൂ. നമ്മുടെ വിഷമം ഒന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് എത്തും? അതിനുള്ള ശക്തി നമുക്ക് ദൈവം തരുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവം അപ്പോഴും വചനം പറയുന്നുണ്ട്. ഞാൻ പറയാം, കർത്താവ് കുറെ വചനം നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അവിടെ നമ്മൾ കുരിശ് താങ്ങിക്കൊണ്ടേ ഇരുന്നേക്കണം. വചനം പറയുന്നത് നിനക്ക് താങ്ങാൻ അതിയാത്രയുള്ള ഭാരം ഞാൻ ഒരിക്കലും തരില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ആറ്റിറ്റ്യൂഡ്. ഇപ്പം കണ്ടുപിടിച്ച ഒരു മോട്ടിവേഷണൽ വേർഡാണിത് അങ്ങനെ. പക്ഷേ വചനത്തിനകത്ത് പറയുന്നുണ്ട്, ഫിലിപ്പീൻസ് ലേഖനത്തിൽ എല്ലാത്തിനകത്തും തന്നെ നമുക്ക് പറയുന്നുണ്ട്. 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തി ഒരാൾ തിരിച്ചു വന്നു. അപ്പൊ ഈശോ പറയുന്നുണ്ട്, നീ ഒരാളെ തിരിച്ചു വന്നുള്ളോ, ഞാൻ 10 പേരെയല്ലേ സുഖപ്പെടുത്തിയത്, ബാക്കി 9 പേരെ എവിടെ? നിങ്ങൾ കൃതജ്ഞതയുള്ളവരായിരിക്കുവിൻ. കർത്താവ് തന്നെ പറഞ്ഞതാ, അല്ലാതെ നമ്മൾ പറഞ്ഞുണ്ടാക്കിയതല്ലല്ലോ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ദൈവസന്നിധിയിൽ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുമെന്ന് പറഞ്ഞു. എല്ലാത്തിനും, നല്ലതിന് മാത്രമല്ല, ചീത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് മാത്രമല്ല, എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവിൻ. ഇതാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഒരു ആത്മശോധന ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്യണം. അതില് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. നന്ദി പറയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ആ ദിവസം ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നന്ദി പറയുന്ന ആൾക്കാർക്കാണ് നമ്മൾക്ക് കൂടുതലായിട്ടും അവരോട് നമ്മൾക്ക്
എപ്പോഴും സ്ഥായിയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഉദാഹരണം മാനുഷികമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഒരു 500 രൂപ വേണമെന്ന് പറഞ്ഞു. 2, 3 പേര് ആർക്കെങ്കിലും ഉണ്ട്. ഒരാൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുത്തു. അവര് പ്രൊഫ്യൂസ്ലി എന്നെ താങ്ക് ചെയ്തു. ഒത്തിരി താങ്ക്സ് അല്ലെ എന്താ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. വേറെ 2 പേര് അതേസമയം ഒരു നന്ദി വാക്ക് പോലും പറയാണ്ട് ഞാൻ ചെയ്ത ആ കാര്യം നന്ദി പറയേണ്ട ഒരു കാറ്റഗറിയിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കാതെ ഹായ് മേഴ്സി അങ്ങനെ അവരത് മേടിച്ചുകൊണ്ട് പോകും. ഇനി അടുത്തൊരു പ്രാവശ്യം ഇവരിൽ 3 പേരും തിരിച്ച് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്നൊരു ഫേവർ കിട്ടാൻ വേണ്ടി അവർ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ആർക്കായിരിക്കും കൊടുക്കാനായിട്ട് വില്ലിങ് ആയിട്ട് കൊടുക്കുന്നത്, വോളണ്ടറി ആയിട്ട് കൊടുക്കുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്ന ആരായിരിക്കും? ആദ്യത്തെ പ്രാവശ്യം ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചപ്പോഴത്തേക്ക് എന്നോട് താങ്ക്സ് പറഞ്ഞ വ്യക്തിക്കായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അല്ലേ? അപ്പം ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുള്ളത്, ഹസ്ബൻഡ് ഇപ്പം ഭാര്യയുടെ എപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയാറുള്ളതാ. ഹസ്ബൻഡ് ഇപ്പം ഭാര്യയുടെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ഒരു ഒക്കേഷന് ഹസ്ബൻഡ് ഒരു സ്വർണ്ണമാല ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ പിറ്റേ ദിവസം ഭാര്യ ജോലിക്ക് പോകുമ്പം സ്കൂളിലായിരിക്കും അല്ലെങ്കിൽ നേഴ്സായിരിക്കും എന്തൊക്കെയായിരിക്കും എന്താന്ന് പറഞ്ഞാലും ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഒന്നും കൂടെ കഴുത്തിറങ്ങിയ ഒരു സാരി ബ്ലൗസ് ഉള്ളത് അല്ലെ അങ്ങനെ 4 പേര് കാണത്തക്കവണ്ണമുള്ളത് നിങ്ങൾ ഉടുപ്പിട്ടുകൊണ്ട് പോകും. എന്നിട്ട് അതപ്പം തന്നെ കാണുന്നവർ ചോദിക്കും, ഇതെന്താണ് ഒരു പുതിയ മാലയാണല്ലോ, അതെൻ്റെ ഹസ്ബൻഡ് മേടിച്ചു തന്ന. അപ്പോൾ നമുക്ക് വലിയ അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടെ തന്ന മനുഷ്യനെ സ്നേഹഭാവത്തോടുകൂടെ നമ്മൾ ഓർത്തുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കാണിക്കണം, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ വീട്ടിൽ ചെന്നാൽ ഇതിനെക്കുറിച്ചായിരിക്കും ഭാര്യയുടെ സംസാരം. നിങ്ങൾ മേടിച്ചു തന്ന മാലേൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചു, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു, നല്ല സെലക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഭർത്താവ് പറയും, എന്നാൽ പിന്നെ ഇനി ഒരു മാലയും കൂടെ മേടിച്ചു കൊടുത്തേക്കാം, കാശുണ്ടെങ്കിലാണ് മേടിച്ചു കൊടുത്തേക്കാം. അതെന്താണ്? വൺ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഒരു അനുഗ്രഹം കിട്ടിയതിന് നീ നന്ദി പ്രകാശിക്കുമ്പോൾ മറ്റൊരനുഗ്രഹം തരണമെന്ന് ആ അനുഗ്രഹിച്ച ആൾക്ക് തോന്നും. നമ്മുടെ വെറും മാനുഷികമായിട്ടുള്ള ഒരു കാര്യം ആണെന്ന് വിചാരിച്ചാലും ദൈവത്തിൻ്റെ കാര്യം അതിനപ്പുറത്തേക്കാണ്. മാനുഷികമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്, എന്തൊക്കെയാണേലും അവൾ നന്ദിയുള്ളവളാണെന്ന്. ഇവിടെ ജോലിക്ക് ഞാൻ വരുന്ന ഒരു ശ്രീലങ്കക്കാരിയുണ്ട്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ആരെങ്കിലും ജോലിക്ക് വന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ 1, 2 പ്രാവശ്യം വരുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എനിക്ക് ഇതാണ് വേണ്ടത്. ചില ആൾക്കാർ പിന്നെ ജോലി ചെയ്തിട്ട് പോകുമ്പോൾ തുടച്ച ആ മോപ്പും കാര്യങ്ങളും എല്ലാം ബാത്റൂമിൽ അവിടെ വെച്ചിട്ട് പോകും. അത് ഉണങ്ങാനായിട്ട് വിരിച്ചിടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാനിതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ബ്രഷ് ചെയ്യാൻ ഉപയോഗിച്ച ചൂലെന്ന് വിചാരിച്ചോ നിങ്ങളിവിടെ ഇങ്ങനെ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അത് അവിടെ ഇവിടെ വെതറിയിട്ടിട്ട് പോകും. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ഈ പുള്ളിക്കാരത്തി, അത് മാധുരി എന്നാണ് എൻ്റെ പേര്, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ എൻ്റെ ഇവിടെ വരുമ്പം ഇവള് ഒത്തിരി എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് വെള്ളി വരെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ വീടുകളിലാണ് പോകുന്നത്. 2, 3 മണിക്കൂർ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. ഹസ്ബൻഡ് ഒരു വെയിറ്ററാണ്. അങ്ങനെ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇവള് പല സ്ഥലത്തും പോകുന്നു. ഇവള് ചൂടുകാലത്ത് എന്നോട് പറയാം, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരിക്കലും ഒരു വീട്ടുകാരും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കത്തില്ല. ഇവളുടെ വെള്ളം കുപ്പിക്കകത്ത് കൊണ്ടുപോയിട്ടാണ് കുടിക്കുന്നത്. ജോലിയും കഴിഞ്ഞ് അവൾ വിഷമിച്ച് ഇവിടെ ഒരു ജോലി ചെയ്ത് 2 മണിക്കൂർ ചിലപ്പം കാണും, 3 മണിക്കൂർ കഷ്ടിയേ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ വന്നു കഴിഞ്ഞ് 1 മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു കാപ്പി കൊടുക്കും. അത് കഴിയുമ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാനും അവളും കൂടെ എന്തെങ്കിലും വല്ല ബർഗറോ അങ്ങനെ വല്ലതും ഞാൻ വീട്ടിലുണ്ടാക്കി ഈ ലാസ്റ്റ് കൊടുത്തത് അതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞില്ല. ഇവളിവിടെ താമസിക്കുന്നവളല്ലല്ലോ. വന്ന് ജോലി ചെയ്ത് അവളുടെ വീട്ടിൽ പോയി കഴിക്കാൻ നമ്മൾ പൈസയും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്താ, എല്ലാ കാര്യത്തിനും പോകുമ്പോൾ ഒരു ഫ്ലൈയിങ് കിസ്സൊക്കെ തന്നിട്ടാണ് പോകുന്നത്. ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫേവർ, അവളോട് കാണിക്കുന്ന ആ ഒരു അനുകമ്പ, അതിന് നന്ദി പറയാണ്.
പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഈ ഒരു നന്ദിയെക്കുറിച്ച് വചനത്തില് നമുക്ക് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പല ആൾക്കാരും നമ്മളുടെ കയ്യിൽ നിന്ന് ഓരോ ഗ്രേസുകള്, ഓരോ കാര്യങ്ങള് മേടിച്ചോണ്ട് പോയിട്ട് അവരൊരിക്കലും നമ്മളോട് നന്ദി പറയുകയില്ലെന്ന് മാത്രമല്ല, നന്ദി പ്രദർശിപ്പിക്കാറില്ല. പക്ഷെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്, മറ്റുള്ളവര് നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഡു അൺടു അതേഴ്സ് ലൈക്ക് വാട്ട് യു വിഷ് ദം ടു ഡു ഫോർ യു. ഇതല്ലേ പറയുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് മറ്റുള്ളവർക്ക് ചെയ്യുക. അത് തീർച്ചയായിട്ടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉളവാക്കും. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒത്തിരി ഫലം നമ്മൾക്ക് ചെയ്യും. കാരണം നമുക്ക് വീണ്ടും വീണ്ടും ഗ്രേസ് കിട്ടാനിടയാകും. ഒരിക്കലും നിങ്ങൾ തന്നെ ആലോചിച്ചോ, ദൈവത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറേ ഗ്രേസുകൾ നിങ്ങൾക്ക് ഒരാൾ തന്നു. നിങ്ങൾ ഒരു വാക്ക് പോലും ഒരിക്കലും തിരിച്ച് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ, പല പ്രാവശ്യം അങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു 10 രൂപ കടം മേടിക്കാൻ അയൽപക്കത്ത് പോയാലും തിരിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് ഒരു ഫേവറാണ്. നമ്മൾക്ക് ആ തക്ക സമയത്ത് കാര്യം നടന്നു കിട്ടണം. നമ്മളൊരു നന്ദി പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, പറയണം. ഇപ്പൊ എല്ലാം നന്ദി നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല ഈ പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇത് അമേരിക്കയിൽ അവരൊരു ഫീസ്റ്റ് ആയിട്ട് ആഘോഷിക്കുകയാണ്. അത് ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് നവംബർ ആണ് താങ്ക്സ് ഗിവിങ് എല്ലാ വർഷവും നടത്തുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടെന്ന് അറിയത്തില്ല. ചില വെസ്റ്റേൺ രാജ്യങ്ങളിൽ, കാനഡയിലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പക്ഷെ തുടങ്ങിയത് അമേരിക്കയിലാണ്. ഞാനത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു ദിവസമെങ്കിലും ദൈവം ആ ഒരു 11 മാസം ചെയ്ത കാര്യങ്ങളെ ഓർത്തോർത്ത് ദൈവത്തിന് നന്ദി പറയാനൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം. എല്ലാ ദിവസവും താങ്ക്സ് ഗിവിങ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, ഒരു 5 മിനിറ്റെങ്കിലും കിടക്കുന്നതിന് മുന്നേ ഇരുന്ന് ഞാൻ എങ്ങനെയാണ് താങ്ക്സ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ തല്ലൂർ ധ്യാന കേന്ദ്രത്തിലേത് കുറേ നാൾ ഞാൻ പിന്നെ ധ്യാന കേന്ദ്രത്തിലെ വൈകുന്നേരത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2 തൊട്ട്. ഞങ്ങൾക്ക് ഇവിടെ വൈകുന്നേരമാണ്, നിങ്ങൾക്ക് അവിടെ ഉച്ചയ്ക്ക് എങ്ങാണ്ട് 2 തൊട്ട് 5 വരെ എങ്ങാണ്ടാണ് അവർ, അല്ലേ? അല്ല സോഫി, 5 വരെ അല്ലേ ഉള്ളത്? 7 തൊട്ട് 8 വരെ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ എത്രയാണ്? 5:15, 5:30 എങ്ങാണ്ടാകുമ്പം തീരും, അല്ലേ? അങ്ങനെയല്ലേ? കറക്റ്റ്. അത് ശരി. ആദ്യം കൊന്ത ചൊല്ലും, പിന്നെ സർവീസ് ഉണ്ട്, അഡറേഷൻ ഉണ്ട്. അങ്ങനെ. ഇവിടെ ഞങ്ങൾക്ക് 5:15, 5:30 എങ്ങാണ്ടാകുമ്പോഴത്തേക്ക് ഫൈനൽ ബ്ലെസ്സിങ് ആണ്. ഇപ്പം 4:15 ആകുമ്പോഴത്തേക്ക് തീരും. 1 മണിക്കൂറിൻ്റെ വ്യത്യാസമുള്ളതുകൊണ്ട്. അപ്പം അച്ഛൻ പറയും, ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഇന്നാളിലും ഒന്ന് പറഞ്ഞായിരുന്നു. 3 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ പേര് അപ്പം അച്ഛൻ എപ്പോഴും എടുത്ത് പറയുന്നുണ്ടായി. നിങ്ങളും കേട്ട് കാണും. കൊച്ചിന് കണ്ണിൽ ക്യാൻസറാണ്. ഈ വാക്ക് പറയുമ്പം തന്നെ അയ്യോ എന്ന് ഞാനങ്ങ് പറയും. പിന്നെ കൊച്ചുങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. 3 വയസ്സായി, മിണ്ടുകേല. നമ്മുടെ ഗ്രൂപ്പിൽ മിറക്കിൾസ് ആൻഡ് ഹീലിങ്ങിനകത്ത് ഹെലൻ പീറ്റർ എന്നും പറഞ്ഞ ഒരാളുണ്ട്. അതിൻ്റെ മൂത്ത മകളുടെ പിന്നെ ഒരു കൊച്ചുണ്ടായിരുന്നു. അവൻ 3 വയസ്സായിട്ടും സംസാരിക്കത്തില്ല. മെയിൻ സ്കൂളിൽ ചേർക്കാൻ പറ്റാവോ എന്ന് തന്നെ. അപ്പം ഞാനങ്ങനെ പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, സ്കൂളിൽ പോയി കഴിയുമ്പോൾ പിന്നെ അവൻ നല്ലതായിട്ട് സംസാരിച്ച് തുടങ്ങി. ചിലർ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അഷി എന്നെ വിളിക്കുന്ന അഷി എന്നാണ്. ഗ്രാൻഡ് മദറിനെ അഷി എന്നാണ് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ അവൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നല്ല സ്മാർട്ടായി. പിന്നെ അത് കഴിഞ്ഞ് എന്തുമാത്രം കൃപകൾ അവർക്ക് കിട്ടി. അവരൊരിക്കലും നന്ദി ഉള്ളവരായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തന്നെ ചെയ്ത കാര്യമാണ് പറയണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഈയിടെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരിക്കലും നിങ്ങൾ കരുണയുടേതല്ലാത്ത ഒരു കാര്യം ഇടരുതെന്ന്. അത് അലയ്ക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവരോടത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു 4 ദിവസം കഴിഞ്ഞപ്പം ഏതാണ്ട് എടുത്തിട്ട്. അപ്പോൾ അല എന്നോട് പറഞ്ഞു, അവർ കണ്ടു കാണത്തില്ല സിസ്റ്ററിൻ്റെ ടോക്ക്. ഞാനൊരു 4 മിനിറ്റ് പ്രോഗ്രാം ഇട്ടായിരുന്നു. ഇതിനകത്ത് ദൈവകരുണയുടേതല്ലാത്ത ഒരു കാര്യങ്ങളും അവരെങ്ങാണ്ട് കിടന്ന ഒരു യൂട്യൂബിൽ ഏതാണ്ട് എടുത്തിട്ട്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതും 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പം റിപ്പീറ്റ് ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ ലാലി പീറ്റർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. പുള്ളീനെ റിമൂവ് ചെയ്തു. ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്ന ഒരാളാണ്. അവരുടെ മകൾക്ക് 28 വയസ്സായിട്ടും കല്യാണം നടക്കാതിരുന്നിട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പം, അതായത് സൂം മീറ്റിംഗ് നടക്കുമ്പം, കർത്താവ് ഒരു 30-ാം തീയതി സെപ്റ്റംബറിലാണ് കർത്താവ് ഒരു അരുളപ്പാടുണ്ടായി. 90 ദിവസത്തിനകം ആ കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നു.
ഞാനത് എനിക്ക് സന്ദേശം കിട്ടിയാൽ ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനല്ല നടത്തുന്നത്. എനിക്ക് സന്ദേശമേ പറയേണ്ടതുള്ളൂ. കല്യാണം നടത്തേണ്ട ഉത്തരവാദിത്തം എനിക്കല്ല. ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈശോയോട് ചോദിക്കുകയാണേ, ഇങ്ങനെ കാരണം ഒരു നയ പൈസ അവരുടെ കയ്യിലില്ല. ഉം, ഉം, ഫിഷറീസിലെങ്ങാണ്ട് അവള് തിരുവനന്തപുരത്ത് വെറും 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 2,000 രൂപ വണ്ടിക്കൂലി കൊല്ലത്തുനിന്ന് അവിടെ പോയി വരാൻ ആ സമയത്ത് പോകും. അത് കഴിഞ്ഞ് 8,000 രൂപയുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ വല്ല അമ്മ ജോലിയില്ലാത്തപ്പോൾ ഒരാൾ ഭർത്താവ് മരിച്ചുപോയി. ഈ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ 2 വർഷമായി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈശോയോട് ചോദിച്ചു, അങ്ങ് വല്ല ലോട്ടറിയോ വല്ല അവർക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ച് കൊടുക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങ് ഇവരുടെ കല്യാണം നടത്തിക്കൊണ്ട് പോകാൻ പോകുന്നതെന്ന്. എൻ്റെ പ്രിയ മക്കളെ, പെട്ടെന്ന് തന്നെ നേരത്തെ ഒരു കല്യാണം വന്ന് ആലോചിച്ചിട്ട് പോയി. പിന്നെ രണ്ടാമത് വന്നു. 1-ാം തീയതി ജാനുവരിയിൽ 90 ദിവസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കണക്ക് തെറ്റത്തില്ല. ജാനുവരിയിൽ എന്തുണ്ടായി? അവരുടെ ഒത്തുകല്യാണം നടന്നു. എന്നിട്ട് ആ വർഷം തന്നെ സെപ്റ്റംബർ 5-ാം തീയതി കല്യാണം നടന്നു. നന്ദികേടിൻ്റെ വഴിയായി പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് അപ്പോൾ ഇതിനകത്ത് ബിന്ദു മരിയദാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇവരും കൂടെ കൂട്ടാണ്. അവരുടെ കല്യാണത്തിന്, മകളുടെ കല്യാണത്തിന് അവർ തിരുവനന്തപുരത്ത്, അപ്പോൾ കൊല്ലത്ത് വരികയൊക്കെ ചെയ്തു. അന്നേരം എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങൾ ഒത്തുകല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഒക്കെ ഒത്തിരി പൈസയുള്ളതായിരുന്നു. പക്ഷേ ഇവർക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ വായും കൊണ്ട് വെറുതെ ഞാൻ പറഞ്ഞു, അത് ഒത്തുകല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുത്തോളൂ, ഇഷ്ടപ്പെട്ട അത് അവരൊരെണ്ണം കാണിച്ച് പറഞ്ഞു വെച്ചിരുന്നു. അത് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ പൈസ ഞാൻ കൊടുത്തു. കല്യാണം വന്ന് ഇപ്പം സെപ്റ്റംബറിലാണ് കല്യാണം. കല്യാണം വന്നു കഴിഞ്ഞപ്പം എനിക്ക് വെഡിങ് കാർഡ് ഇട്ടില്ല, ഇൻവിറ്റേഷൻ കാർഡ് ഇട്ടില്ല. അപ്പം ബിന്ദു ചോദിച്ചപ്പോൾ പറഞ്ഞു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. പ്രിയ മക്കളെ, ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പെങ്കൊച്ചുങ്ങൾ രണ്ടുപേരും, മക്കൾ രണ്ടുപേരും നല്ല ആൾക്കാരാണ്, നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചും കൂടെയാണ്. ഒന്ന് വിദ്യ, ഒന്ന് ദിവ്യ. അപ്പം അങ്ങനെയാണ് മക്കൾ. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, കല്യാണം കഴിഞ്ഞ് എന്നോട് പറഞ്ഞില്ല. അതിൻ്റെ മനസ്സ് എത്രമാത്രം നൊന്തു എന്നുള്ളതാണ്. ഞാൻ ഒരു പൈസയും ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കളക്ഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ. എന്നിട്ട് പോലും നമ്മൾ ഇത്രയും ചെയ്തു. കല്യാണം നടക്കത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. എങ്കിലും അതും നടന്നു. പറഞ്ഞ ഡേറ്റിനാണ് കാര്യങ്ങൾ. ഒത്തുവരെ 90 ദിവസം പൈസക്കാരൻ്റെയൊക്കെ കടം മേടിച്ച് അങ്ങനെയൊക്കെ ഒരു കല്യാണം നടത്തി. എൻ്റെ ഹൃദയം ഒത്തിരി നൊന്തു. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു അനുഭവമാണ്. നിങ്ങളും ദൈവസന്നിധി, അതെനിക്കറിയാം എന്തോരം ഞാൻ വേദനിച്ചെന്ന്. സ്വന്തം അനിയത്തിമാരെ പോലെ ഞാൻ അവർക്ക് എന്ത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു. മൂത്ത മോള് കല്യാണം കഴിച്ച് അവരുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറയുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകളാണ് ഭർത്താവിനെ അവൾ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ അവസാനം ഇപ്പം എല്ലാവരും കൂടെ പോയി, ദുബായിൽ പോയിട്ടുണ്ട്. ഭർത്താവിന് അവിടേക്ക് ജോലി കിട്ടി, അതും പ്രാർത്ഥനയുടെ ഫലം. അപ്പം ഞാൻ എന്തേലും വേദനിച്ചെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ എല്ലാം ഉറവയായ ഈശോ നമ്മൾക്ക് ഒരു അർഹതയും ഇല്ലാതിരുന്നിട്ടും ഇത്രമാത്രം അനുഗ്രഹം തരുമ്പോൾ ഈശോ എത്രമാത്രം വേദനിക്കുന്നു തന്നെ എനിക്ക് പറയാൻ തോന്നത്തുള്ളൂ. എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് ഇപ്പം ഞാൻ പറയാം, നമുക്ക് ചില ആൾക്കാരുണ്ട്, ജോലിയില്ലാത്ത ആൾക്കാർ. താങ്ക്സ് ഗിവിങ്ങിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ജോലിയില്ലാത്ത ആൾക്കാർ വല്ലാത്ത ബുദ്ധിമുട്ടിൽ നമ്മൾ കുറക്കാലം കഴിഞ്ഞ് കഴിയുമ്പം പ്രാർത്ഥിക്കും, നൊവേന ചൊല്ലും, അന്തോണിസ് പുണ്യാളനെ വിളിക്കും, ഏതെല്ലാം പുണ്യന്മാരെ വിളിക്കാവോ, നൊവേനയ്ക്ക് പോകും, പള്ളിയിൽ പോകും, ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞ് ആ പൈസ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളെപ്പോലെ ജോലി ഇല്ലാതിരുന്നപ്പോൾ വിഷമിച്ച ആൾക്കാരെ ഒരാളിനെങ്കിലും ആ ശമ്പളത്തിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് കൊടുത്താലും ചിലർക്കത് വലിയ പൈസയായിരിക്കും. ഒരാളെയെങ്കിലും മന്ത്രി സഹായിക്കേണ്ട, വല്ലപ്പോഴും ഒന്ന് സഹായിക്കാൻ പറ്റാതെ അത് കൊടുത്തിട്ട് കൂട്ടുകാരുമായിട്ട് ധൂർത്തടിച്ച് കഞ്ചാവ് കഴിച്ച് ജീവിക്കുക. കള്ളുകുടി കഞ്ചാവിൻ്റെയൊക്കെ പ്രത്യേകത, ദൈവം തന്ന പൈസയാണ്. അത് നമ്മൾ കൊടുത്ത് കള്ള് കുടിച്ച് കഴിഞ്ഞാൽ കള്ള് മേടിക്കാൻ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ കഞ്ചാവ് മേടിക്കാൻ പൈസ കൊടുക്കണം. ഇന്നലെ എങ്ങാണ്ട് ഏതാണ്ട് 500 കിലോ ആണോ എന്താണെന്ന് അറിയത്തില്ല, കേരളത്തിൽ പിടിച്ചു എന്നുള്ളത്. MDMA എന്തോ സ്വന്തമാണെന്നറിയത്തില്ല, അതൊക്കെ മേടിച്ചു പിടിച്ചു എന്ന ന്യൂസ് കണ്ടു. അപ്പം
എന്താണ് അത് കുടിക്കാനായിട്ട് മേടിക്കാൻ പൈസ കൊടുക്കണം. പിന്നെ ആ മദ്യപാനം ചെയ്തതിൻ്റെ കേട് ശരീരത്തിൽ ഉണ്ടാകുന്നത്, അത് മുഖാന്തരം ഉണ്ടാകുന്ന രോഗങ്ങൾ, അതിനൊക്കെ ചികിത്സിക്കാൻ വേറെ പൈസ ഉണ്ടാക്കണം. അപ്പം ദൈവം നിങ്ങളുടെ കയ്യിൽ ഒരു നന്മ വെച്ച് തന്നിട്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് അനുഭവിക്കേണ്ട, മക്കൾ അനുഭവിക്കേണ്ട, ഭാര്യ അനുഭവിക്കേണ്ട, അല്ലെ ഭർത്താവും കുടുംബവും അനുഭവിക്കേണ്ട മുതലാണ് നിങ്ങൾ ഇതുപോലെ കൊണ്ടൊന്ന് നശിപ്പിച്ച് കളയുന്നത്. ദൈവം പിന്നെ നിങ്ങൾക്ക് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ മാത്രം കാര്യമല്ല. കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ 2-ാം മാസം 3-ാം മാസം ഗർഭിണിയാകും. അങ്ങനെയുള്ള കുറേ കക്ഷികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. ഗർഭിണിയാകുമ്പോൾ ഉടനെ കൊച്ചിനെ വേണം, നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണം. ഒരു 2 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് അത് നേരത്തെ തീരുമാനിക്കണ്ടേ? അങ്ങനെ 2 വർഷത്തിനകം കൊച്ചുങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പം മെഡിക്കൽ സയൻസിൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് കൊച്ചായി കഴിഞ്ഞാൽ ഉടനെ ദൈവം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഉദരഫലം ദൈവം തരുന്ന അനുഗ്രഹമാണ്. അത് വചനം വരെ അത് പറയുന്നുണ്ടെങ്കിലും നമ്മളതൊന്നും നോക്കത്തില്ല. ഞാനാണ് എല്ലാത്തിൻ്റെയും ദൈവം, എൻ്റെ കൊച്ചാണ്, എനിക്ക് കൊല്ലാനുള്ള അധികാരമുണ്ട്, അമ്മ പറയുന്നതാണ്. ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും സുരക്ഷിതമായിരിക്കേണ്ടത് ഒരമ്മയുടെ ഗർഭപാത്രമാണ്. ആ അമ്മ ക്രൂരയായി തീർന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുക. അപ്പം ഉടനെ കൊച്ചിനെ കൊണ്ടുവന്നങ്ങ് നിർദാക്ഷിണ്യം ഒരു കാരണമില്ലാണ്ട് അങ്ങ് കൊന്നുകളയാണ്. കാരണം എന്താ? അവരുദ്ദേശിക്കാത്തപ്പോഴത്തേക്ക് കൊച്ചുണ്ടായി. അത് ഉണ്ടായ കൊച്ചിൻ്റെ കുഴപ്പമാണ്. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് അബോർട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊന്ന് കുഴിച്ച് മൂടും. ഇതൊക്കെയല്ലേ ഇന്നാൾ കണ്ടില്ലായിരുന്നോ? പ്ലാസ്റ്റിക് കൂടിനകത്ത് കെട്ടി ഏതായിരുന്നു 3-ാം നിലയിൽ നിന്ന് എടുത്ത് റോട്ടിലോട്ട് അവൾ എറിഞ്ഞത് കണ്ടില്ലായിരുന്നു? നാട്ടിലെ കാര്യമാണ് പറയുന്നത്, അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണ്. നിങ്ങളാരും കേട്ടില്ലേ? അതോ നിങ്ങളൊന്നും ഈ ലോകത്തിലൊന്നും അല്ലേ താമസിക്കുന്നത്? കേട്ടായിരുന്നോ വല്ലവനും? അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. ഒരു ചെറിയ പ്രസവിച്ച് ആ കുഞ്ഞിനെ എടുത്ത് പ്ലാസ്റ്റിക് ബാഗിനകത്താക്കി അവൾ റോട്ടിലോട്ട് വലിച്ചെറിഞ്ഞു. ഒരു അമ്മ ചെയ്ത ക്രൂരതയാണ്. എന്നിട്ട് ഇപ്പം അവളുടെ കാര്യം വിട്, അവൾ വേറൊരു കേസിൽ പെട്ട് ഉണ്ടായൊരു കൊച്ചാണ്. അപ്പം അത് വിട്. അപ്പം ഞാൻ പറയുന്നത്, എന്നിട്ട് കൊച്ചിനെ ഇല്ലാതാക്കി കളഞ്ഞേച്ച് പിന്നെ പ്രാർത്ഥനക്കാരുടെ അടുത്ത് നടക്കുക. ദൈവം നിൻ്റെ ഗർഭപാത്രത്തെ അടച്ചു കളയും. നീ ആദ്യം കിട്ടതിന് നീ നന്ദി പറയാതെ നീ ഒരു ജീവനെ നശിപ്പിച്ചു. എല്ലാവരും പറയാം ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല എന്ന്. ഭ്രൂണഹത്യ ചെയ്യുന്നത് കൊലപാതകം തന്നെയാണ്. അതാണ്, അല്ലാതെ ആ രൂപവും ഭാവവും ആയി കഴിയുമ്പോഴല്ല കൊലപാതകം ചെയ്യുന്നത്. അത് ജനിച്ചു വന്നിരുന്നെങ്കിൽ ഒരു ഐൻസ്റ്റീനോ ഇങ്ങനെ പറയാറില്ല, ഒരു മദർ തെരേസ ആരെങ്കിലും ഒക്കെ ആകേണ്ട കൊച്ചായിരുന്നായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എന്നിട്ട് പിന്നെ കൊച്ചങ്ങളില്ലാത്തതിന് തേരാപാര നടക്കുകയാണ്. ധ്യാനകേന്ദ്രം തോറും എന്ത് ചെയ്യാനും തയ്യാറാണ്. അല്ലെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയണേ. അങ്ങനെ ചെയ്യാനായിട്ട് ദൈവം തന്ന അനുഗ്രഹത്തെ നീ അത് കാട്ടിക്കളഞ്ഞെന്ന് പറയുന്നത് പോലെ നീ അത് ഇല്ലാതാക്കി കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ അരികെന്ന് നീ അതിന് നന്ദി ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവം വീണ്ടും നിന്നെ അനുഗ്രഹം തരുന്നതിന് പലരും നമ്മളിൽ ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുടെ കാര്യമല്ല പറയണത്. ഇത് കുറച്ച് പേര് കേൾക്കുമല്ലോ, അവരോടെല്ലാവരും കൂടെയാണ് സംസാരിക്കുന്നത്. വീഡിയോ കുറച്ച് പേരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ദൈവം തരുന്ന നന്മകൾക്ക് നമ്മൾ നന്ദി ഇല്ലാത്തവരാണെങ്കിൽ ആ വരുന്ന സോഴ്സ് അങ്ങ് അടഞ്ഞു പോകും. അത്രേ ഉള്ളൂ കാര്യം. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾ പിന്നെ തുറക്കാൻ ശ്രമിച്ചാൽ ഒന്നും നടക്കത്തില്ല. പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. കിട്ടുന്ന നന്മകൾ ഇപ്പോൾ നിങ്ങൾ പിന്നെ പെൻഷനായി അത് അനുഭവിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ്. ഇത്ര വർഷം ജോലി ചെയ്താൽ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ പെൻഷൻ മേടിച്ചുകൊണ്ട് നിങ്ങൾ ചുമ്മാണ്ടിരുന്ന് വല്ലതും തിന്നും കുടിച്ചും അവിടെ ജീവിക്കുക എന്നുള്ളത്. പക്ഷേ പലരും ഞാൻ പലതും കണ്ടിട്ടുണ്ട് കേസ്. പെൻഷനാകാൻ 2 ദിവസം ഉള്ളപ്പോഴത്തേക്ക് മരിച്ചു പോകുന്നവരെ കണ്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ആ ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തും കണ്ടല്ലായിരുന്നു, അയാൾ ഒരു വലിയ കേസായിപ്പോയത്. പത്തനംതിട്ട ആ ഭാഗത്തും കണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ പോയിട്ട് കളക്ടറിന് തൊട്ട് താഴെയുള്ള ഒരു പൊസിഷനുള്ള തഹസിൽദാരിനേക്കാളും വേറൊരു ഹയർ പൊസിഷനായിരുന്നു, ADM. അത് തന്നെ. അദ്ദേഹത്തിന്റെ സെൻഡ് ഓഫ് നടത്തുമായിരുന്നു, റിട്ടയർമെന്റിന്റെ. മരിച്ചുപോയില്ലേ? വീട്ടിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തു ഒരു സ്ത്രീ കാരണം. അവർക്ക് നന്മ അനുഭവിക്കാൻ പറ്റുമോ?
എൻ്റെ സഹോദരി, നീ ഇവിടെ പെൻഷനായിട്ട് കുത്തിയിരുന്ന് വെറുതെ തിന്നും കുടിച്ചും ടിവിയും കണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നന്ദി പറഞ്ഞേക്കണം. അങ്ങ് നന്ദി പറഞ്ഞേക്കണം. കാരണം ഈ അവസ്ഥയിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. ജീവിതകാലം മുഴുവനും തേരാപ്പാര ബസ്സിലും കയറി ഇടിയും കണ്ട് പിന്നെ മക്കളെയും വളർത്തി പാടുപെട്ട് എല്ലാവരും അവരായി അവരുടെ പിന്നെ കിളി ഒഴിഞ്ഞ കൂട് പോലെ നീ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ. നിനക്ക് പ്രാരാബ്ധമുണ്ട്. ആരുമില്ല. മക്കൾ തൊട്ടടുത്തില്ല. സഹായിക്കാൻ ആരില്ല. ആസ്പത്രി കൊണ്ടുപോകാൻ ആളില്ല. പക്ഷെ ദൈവം നിനക്ക് ഭക്ഷിക്കാനുള്ളത് തന്ന് നിന്നെ ആയുസ്സോടെ ഇരുത്തിയിരിക്കുകയല്ലേ. നീ ജോലി ചെയ്ത് ഉണ്ടാക്കിയ നന്മ അത് അനുഭവിക്കാനായിട്ട് ദൈവം നിന്നെ ഇരുത്തിയിരിക്കുകയല്ലേ. ഈ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞോണം. കാരണം ഈ പെൻഷൻ എന്ന് പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു സംഭവമാണ്. കാരണം നീ ജോലി ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ ദൈവം നിന്നെ ജീവനോടെ ഈ ഭൂമുഖത്തിട്ടോ നന്ദി പറഞ്ഞോണം. ഹാലേലൂയ, ഹാലേലൂയ. നിന്റെ ഭർത്താവ് കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടോ? നന്ദി പറഞ്ഞോണം. കാരണം എത്രയോ പേര് കല്യാണം കഴിച്ച് എൻ്റെ ഒരു ഈ ചേച്ചി എന്ന് പറയുന്ന ആള് അവരുടെ ഏറ്റവും ഇളയ അനിയത്തി ഒരു സ്ഥലത്ത് ഞങ്ങൾ കൂട്ടുകാരാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്താണ് വീട് ഞങ്ങളുടേത്. അവരൊരിടത്ത് ഒരാൾ മരിച്ചിടത്ത് പോയി. വന്നിട്ട് എന്നോട് പിന്നെ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയുള്ളൂ. അവള് ഒരു 3, 4 മാസം ഗർഭിണിയായിട്ടുണ്ട്. എന്തോ പറ്റി അയാളങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയി. പിന്നെ ആ പെണ്ണ് കല്യാണം കഴിച്ച അന്ന് മുതൽ ഈ ഭർത്താവ് ഭാര്യയോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും അവിടെ വെച്ച് അവൾ എണ്ണിപ്പെറുക്കി കരയുകയാണ്. ചേട്ടാ, നമ്മുടെ കൊച്ചിന് ഇന്ന പേരിടണമെന്ന് പറഞ്ഞില്ലേ, അതാക്കണ്ടേ, പിന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞില്ലേ ഞാൻ നിന്നെ എന്ന് വേണ്ട. അവളുടെ ഹൃദയം മുഴുവനും ആ പബ്ലിക്കിന്റെ മുന്നിൽ ശവത്തിന്റെ മുൻപിൽ അവൾ നിലവിളിച്ച് കരയാണ്. 6 മാസത്തെ ആയുസ്സോടുകൂടെയാണ് ആ ആ വിവാഹം ഉണ്ടായിരുന്നുള്ളൂ. വേദനയുടെ നിമിഷങ്ങൾ. നമ്മുടെ ഭർത്താക്കന്മാർ കൂട്ടത്തിലുണ്ടോ? ഭാര്യമാർ കൂട്ടത്തിലുണ്ടോ? നീ നന്ദി പറയണം. എല്ലാ ദിവസവും നന്ദി പറഞ്ഞേക്കണം. കർത്താവേ, എൻ്റെ ഹസ്ബൻഡ് ഞാനങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കർത്താവേ, ഞാൻ എഴുന്നേറ്റ് കേട്ടോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ, നന്ദി. ഇങ്ങപ്പുറത്ത് മറ്റവൾ കിടന്നുറങ്ങുന്നുണ്ട്, കൊച്ച് മോളവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ, നന്ദി. കാരണം ഈ രാത്രിക്ക്, ഘോരമായ ഈ രാത്രിയിൽ പലപ്പോഴും പ്രിയപ്പെട്ടവരെ പൈശാചിക കുടില തന്ത്രങ്ങൾ അനുഭവിക്കുന്ന രാത്രിയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. 91 സങ്കീർത്തനത്തിൽ നിങ്ങൾ വായിക്കുന്ന പകൽ പറക്കുന്ന അസ്ത്രത്തെ അത് നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. കാരണം അസ്ത്രം എങ്ങനെ വരും? ചില ആൾക്കാർ പറയും ഈ രാത്രിക്ക് പിശാച് വരുന്ന വഴിയുണ്ട്. ചില ആൾക്കാർ പറയാം, ഓ ഇന്ന ആൾക്ക് ഇന്ന് കിടക്കാൻ പോകുന്നവരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, രാവിലെ നാട് മുഴുവൻ കേൾക്കാം ഇന്നടത്തെ ഇന്ന ആൾ മരിച്ചുപോയി. എന്തേ പറ്റിയ? ഒരു കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളെല്ലാം ചോറുണ്ടേച്ച് ടിവിയും കണ്ടേച്ച് അവിടെ കിടന്നുറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന്. ഇങ്ങോട്ട് വന്ന് കുഴഞ്ഞു വീണ് ചത്തു. അപ്പം എവിടെയാണ് ദൈവം? നമ്മൾക്ക് ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യനെ നേരം വെളുത്ത് കണ്ണുകുളിർക്കെ കാണാൻ പറ്റുമെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് അല്ലെ അവൻ്റെ കയ്യിൽ പിടിച്ചോണ്ട് വാ, ദൈവസന്നിധിയിൽ നമുക്ക് 1 മിനിറ്റ് നിൽക്കാം, ദൈവത്തിനൊന്ന് നന്ദി പറയാം എന്ന് പറയണം. എന്തുകൊണ്ടാ ആ രാത്രിയിൽ വന്നിട്ട് പലരും ഇങ്ങനെ രാത്രിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന്. ഒരു ഏമ്പക്കം വന്നായിരുന്നു. ആശുപത്രി ചെന്നപ്പോൾ പറഞ്ഞു മാസീവ് അറ്റാക്കാന്ന് പറഞ്ഞു. അതോടെ തീർന്നു. ഒരു ശ്വാസം അങ്ങോട്ടും ഒരു ശ്വാസം ഇങ്ങോട്ടും. ഇതേ ഉള്ളൂ മനുഷ്യ. ഒരു ശ്വാസത്തിന്റെ പണിയേ ഉള്ളൂ നമ്മുടേത്. നന്ദി പറയാൻ പഠിക്കുക. നന്ദി പറയാൻ പറ്റേ. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഈയിടെ നമ്മളുടെ ഹൃദയം പിടിച്ചു കുലുക്കിയതും അതിനെക്കുറിച്ച് ഇവിടെ ദൈവം കണ്ടിട്ട് നമ്മളോട് ബ്രിൻസി മുഖാന്തരം ഹെലികോപ്റ്ററിനെ കാണിച്ചു തന്നതും ഒരു വ്യക്തി. അവര് കാറിൽ കൊച്ചിനുമായിട്ട് കണ്ടിട്ട് പോയി. ആ വീഡിയോ ഒക്കെ കണ്ട് ചങ്ക് തറന്നേ. കാണാൻ അതിസുന്ദരൻ ജോർജ് ഐസക് ജോർജ് അല്ലേ, അതല്ലേ പേര്? സുന്ദരനായ അവന്റെ മുഖം എൻ്റെ മനസ്സിന്ന് കുറെ നാളത്തേക്ക് മാറില്ല. അവൻ റോഡ് ക്രോസ് ചെയ്തതാ, ഏതോ ഒരു വാഹനം വന്നിടിച്ച് അവൻ മരിച്ചുപോയി. നമ്മൾ എത്ര പ്രാവശ്യം ജീവിതത്തിൽ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലരൊക്കെയും എമംഗ്സ് അസ്, നമ്മളിൽ ചിലരൊക്കെയും അല്ലെ നമ്മുടെ അയൽവക്കക്കാർ, നാട്ടുകാർ, നമ്മളറിയുന്നവരല്ല, പത്രത്തിൽ കാണുന്നവർ, ചിലരൊക്കെയും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എല്ലാ സമയത്തും റോഡിൻ്റെ അങ്ങപ്പുറത്ത് എത്തുന്നില്ല. നടു റോഡിൽ ജീവൻ പൊലിഞ്ഞ് വീഴുകയാണെന്ന്. ഓരോ പ്രാവശ്യവും റോഡ് ക്രോസ് ചെയ്ത് അങ്ങപ്പുറത്ത് പോയ നന്ദി പറയേണ്ട സാഹചര്യങ്ങളാണ് ഞാൻ പറയണത്. ഓരോ പ്രാവശ്യവും റോഡ് ക്രോസ് ചെയ്ത് അങ്ങാപ്പുറത്ത് ചെന്ന അവിടെ തന്നെ നന്ദി പറഞ്ഞോണം. അവിടെ ചെന്ന് കഴിയുമ്പം തന്നെ നന്ദി പറഞ്ഞോണം. ഈശോയെ, എൻ്റെ കൈ പിടിച്ച് നീ. നമ്മളീ നന്ദി പറയാനായിട്ട് എന്താണ്
അവിടെ വലിയ മരം വന്ന് വീണു. അന്നേരത്തേക്ക് അത് പിന്നെ എന്നെ രക്ഷിച്ചു. അതിനൊന്നും കാത്ത് നിൽക്കണ്ട. വെറുതെ റോഡ് ക്രോസ് ചെയ്തേച്ചാൽ മതി. അവിടെ പൊലിഞ്ഞു വീഴും നിന്റെ ജീവിതം. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് അന്നേരവും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാ രാവിലെ തൊട്ട് വൈകുന്നേരം. ദാവീദ് അങ്ങനെയല്ലേ? എല്ലാ കാര്യങ്ങൾക്കും 1-ാം യാമത്തിലും 2-ാം യാമത്തിലും 4-ാം യാമത്തിലും യാമപ്രാർത്ഥനകൾ നടത്തി ദൈവസന്നിധിയിൽ ചേർന്നിരുന്ന ഒരു വ്യക്തിയാണ്. നോക്കുമ്പം അബ്സലോം സ്വന്തം മകനാണ്. കൊല്ലാനായിട്ടിട്ട് ഓട്ടിച്ച് കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കുതിരയുടെ പുറത്ത് വാടിയും വാളുമായിട്ട് പോയി മരത്തിൽ തൂങ്ങി അവിടെ വന്ന് ചാകുകയാണ്. അപ്പം രാജാവ് 10-600 പേരെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. മണലാരണ്യത്തിൽ താമസിച്ചു. ഓട്ടമായിരുന്നു, ഓട്ടം. അതുപോലെ തന്നെ അമ്മായിയപ്പൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി. ഒക്കെ ദൈവം കാത്തു. 40 സംവത്സരം ഇസ്രായേലിനെ ഇവരൊക്കെ മകൻ കൊല്ലാൻ നോക്കി, അമ്മായിയപ്പൻ കൊല്ലാൻ നോക്കി. പക്ഷേ ദൈവം നിലനിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്ന ദാവീദ് ഏത് സംഭവം ഉണ്ടെന്ന് പറഞ്ഞാലും ഉടനെ തന്നെ ഒരു യാഗം കഴിപ്പാം. അത് എനിക്ക് വലിയ ഇഷ്ടമുള്ള. എനിക്ക് ദാവീദിനെ ഭയങ്കര ഇഷ്ടമാണ്. ദാവീദ് രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തു. 51-ാം സങ്കീർത്തനത്തിൻ്റെ കഥ തന്നെ പാപമാണ്. അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് വൈകുന്നേരം ഇപ്പം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ നാളെ എഴുന്നേൽക്കുമ്പം ചെയ്താൽ മതി. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മിഡ് നൈറ്റ് കഴിഞ്ഞല്ലോ. അപ്പം എഴുന്നേറ്റ് അല്ലെ അത് ഉറങ്ങാതിരിക്കുന്ന ആൾക്കാർ ഈ വർഷം ഞാൻ നന്ദി പറയാം. തല്ലൂർ ധ്യാനകേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞു വന്ന് ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അച്ഛൻ അവിടെ പറയും ഇന്ന ആൾക്കാർക്ക് 27 പേർക്ക് നട്ടെല്ലിൻ്റെ കണ്ണി അകന്ന അസുഖം മാറ്റിക്കൊടുക്കുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എന്താ പറയുന്നത്? ഞാൻ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുകയാണ്. ഞാൻ പറയാം, ഈശോയെ, നട്ടെല്ലിൻ്റെ കണ്ണി അകന്ന അസുഖം എനിക്കില്ലാത്തത് കൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. അല്ലെങ്കിൽ പറയും, യൂട്രസിന് ക്യാൻസറുള്ള ഇത്രയും ആൾക്കാരെ 6 പേരെ ദൈവം സുഖപ്പെടുത്തുന്നു. അപ്പോൾ ഉടനെ പറയും, കർത്താവേ, എനിക്ക് യൂട്രസിന് ക്യാൻസർ ഇല്ലാത്തതിനാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ജോലിക്ക് വിസ കിട്ടാനായിട്ട് ഇത്ര തടസ്സമുള്ള ആൾക്കാരെ, കർത്താവേ, ജോലിയില്ലേലും വിസയും തന്ന് നീ ഒരു ദേശത്ത് നീ എന്നെ കൊണ്ടുവന്നാക്കി അങ്ങേക്ക് നന്ദി പറയുന്നു. അച്ഛൻ എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ ഇവിടെ സോഫിയും ആരാണ്, ഞാനും ആരെയൊക്കെ അച്ഛൻ്റെ ടോക്ക് റെഗുലറായിട്ട് കേൾക്കാറുണ്ടായിരുന്ന ആളാണ്. അപ്പം അച്ഛൻ ഒത്തിരി രോഗശാന്തികൾ വിളിച്ചു പറയും. അത് ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ അവിടെ നേരിട്ട് വന്നിട്ടൊക്കെയോ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് മിക്കവാറും വിളിച്ച് പറയുന്നത്. പിന്നെ അച്ഛന് കിട്ടുന്ന സന്ദേശം കൂടെ അച്ഛൻ പറയുന്നുണ്ടായിരിക്കും. അപ്പം അച്ഛൻ ആ ഓരോന്നിനും ഞാൻ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഞാൻ പറയാം, ഈശോയെ, നടുവിന് വേദന കുഴപ്പമില്ല, മുട്ടിന് വേദന, മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന് ഹോള്, ചെറിയ കുട്ടികൾ ജനിച്ചിങ്ങോട്ട് വരിക്കുമ്പോഴത്തേക്ക് ഹോളാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, എനിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നോക്കുമ്പം എൻ്റെ ഉച്ച തൊട്ട് ഉള്ളംകാല് വരെയുള്ള ഓരോ അവയവങ്ങൾക്കും വേണ്ടിയിട്ട് എനിക്ക് നന്ദി പറയാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട്. പ്രശ്നമുള്ള ആൾക്കാരുടെ കാര്യമാണ് അച്ഛനെ വിളിച്ച് പറയുന്നത്. ഏതോ ആൾക്കാരൊക്കെ വിഷമിക്കുന്നതാണ് അച്ഛനെ വിളിച്ച് പറയുന്നത്. അപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല ഈശോയെ, അതുകൊണ്ട് നന്ദി പറയുന്നു. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ മക്കളെ, നിങ്ങൾ എല്ലാത്തിലും നന്ദി പറയണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇന്ന് നിങ്ങളുടെ കിടക്കയിലിരുന്നാണ് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇത് കേൾക്കാൻ പറ്റുന്നു. നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ, അല്ലെ ഭാര്യയ്ക്കും ഭർത്താവിനും എന്തെങ്കിലും ഒരു വെറുതെ ഒന്ന് ഉളുക്കി വീണാലും വീണ് കാലുളുക്കി എന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ സന്തോഷത്തിലിരിക്കില്ല, ഈ സമാധാനത്തിലിരിക്കുക. അപ്പം പറഞ്ഞു, കർത്താവേ, ഞാനിങ്ങനെ തന്നെ ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈശോയെ, ഞാൻ മരിക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അപകടം ഉണ്ടായാൽ മരിക്കണം, അത് നമുക്കറിയില്ല, ദൈവത്തിൻ്റെ തീരുമാനമാണ് മരിക്കുന്നതെങ്കിലും അത് അങ്ങനെ അങ്ങ് മരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ കുഴിയിലോട്ട് പോകുമ്പോൾ എൻ്റെ എല്ലാ അവയവങ്ങളും എൻ്റെ കൂട്ടത്തിലുണ്ടാകണം. ഒരു കഷ്ണം റോഡിൽ കിടക്കലും ഒരു കഷ്ണം അവിടെ കിടക്കുന്ന എനിക്ക് താല്പര്യമില്ല. അതൊരു പ്രാർത്ഥനയാണ്. കാരണം എൻ്റെ എല്ലാ അവയവങ്ങളോടും കൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിൻ്റെ വേല ചെയ്യുകയാണ്. എൻ്റെ കൈ കൊണ്ട് മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുന്നു, എൻ്റെ വായും കൊണ്ട് സമാധാനം ഇല്ലാതിരിക്കുന്ന ഒത്തിരി പേരെ ആശ്വസിപ്പിക്കുന്നു, അത് കൗൺസിലിംഗ് ചെയ്യുന്നതാണ്, പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഈശോയെ, ഞാൻ മരിക്കുകയാകുമ്പോൾ ഇപ്പം ഞാൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ എന്നെ ശവപ്പെട്ടി കയറ്റാവുള്ളൂ, അല്ലാതെ 5-6 കഷ്ണങ്ങളാക്കിയിട്ട് കയറ്റരുത്, കയറ്റാൻ ഇടവരരുത്. നമുക്ക് കമാൻഡ് ചെയ്യാനൊന്നും ഇല്ല, പക്ഷേ ദൈവം അങ്ങനെ തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നിങ്ങൾ ഇപ്പം നാളെ അമേരിക്കക്കാർക്ക് മാത്രം ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല താങ്ക്സ് ഗിവിങ്. ഞാൻ പറയണത്
നമ്മൾ ഓരോരുത്തരും 5 മിനിറ്റെങ്കിലും എടുത്ത് ദൈവത്തിന് എന്നും അങ്ങനെയൊക്കെയാണ്. നിങ്ങള് പലരും അത് ചെയ്യുന്നവരാണ്. എന്നാലും ഞാനിത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്ന ഒന്നല്ല. ഞാൻ നാളെ കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലുമോ ഇനി 10 വർഷം കഴിഞ്ഞോ ഈ വീഡിയോ അവിടെ കിടപ്പുണ്ട്, കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം നന്ദി നിറഞ്ഞതായിരിക്കട്ടെ. നന്ദി ചൊല്ലിയിട്ട് നമ്മള് ദൈവത്തിന് എന്താണ് പറയുന്നെ, കീർത്തനങ്ങൾ ആലപിക്കുക. എത്രയെത്രയോ പാട്ടുകൾ. നന്ദി ചൊല്ലി സ്തുതിക്കുവാനായി നാം നിത്യദൈവത്തിൻ സന്നിധി ചേർന്നിടാം. രക്ഷയേകും പാറയമങ്ങേ സദാ എന്നും നമ്മൾ നിത്യകാലം എങ്ങനെ പാടിക്കൊണ്ടിരിക്കണം. നന്ദി നിങ്ങളുടെ വായില് അതൊരു പാട്ടായിട്ട്, ഒരു സംഗീതമായിട്ട്, ഒരു ഗീതമായിട്ട് നിരന്തരം ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് എല്ലാത്തിനും. ഇപ്പം എൻ്റെ ഞാൻ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട്, ഞാനല്ല കഴിച്ചത്, പുള്ളിയാണ് എന്നെ കഴിച്ചത്. ഏതായാലും പ്രൈസ് ദി ലോർഡ്. ഞങ്ങളിപ്പം ഭാര്യയും ഭർത്താവായി. ഇങ്ങനെ വല്ല ക്രൗഡിലൊക്കെ ഇപ്പോൾ സെൻറ്റ് കൊളംബസ് സ്കൂൾ, അവിടെ ഞങ്ങളുടെ അടുത്ത് പള്ളിയിൽ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോൾ വല്ല ഇങ്ങനെ സ്റ്റോളുകളൊക്കെ വെച്ച് പാരിഷ് ഡേ ആഘോഷങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം എൻ്റെ കണ്ണ് ഇയാള് അവിടെ പള്ളിയിൽ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ പിടിച്ച് വെച്ച് വർത്താനം പറയുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കും, മോളും കയ്യിൽ കാണും, ഇങ്ങനെ തൂക്കി പിടിച്ച് പോകും. അങ്ങനെ പോയി കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണ് എവിടെയെങ്കിലുമൊക്കെ പോകും. എൻ്റെ അടുത്തും കൂട്ടുകാരൊക്കെ വന്ന് നല്ല പരിചയമുള്ളവർ വന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഡിസ്കണക്റ്റഡ് ആയി പോകും അവിടെ വെച്ചിട്ട്. പിന്നെ അതൊരു സ്കൂളൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ വിശ്വസിക്കാത്ത ഒരു ദൈവത്തെ പ്രചരിപ്പിക്കാൻ, ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കാൻ പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും തന്ന് ഭാര്യനെ വിടുന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ ജോലി ചെയ്യുന്നില്ല, എനിക്ക് വരുമാനമില്ല. അപ്പം പുള്ളിയുടെ പൈസ എടുത്തിട്ടാണ് ഈ നാട്ടിൽ എല്ലാ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും എല്ലായ്പ്പോഴും പോകുന്നില്ല. ശുശ്രൂഷയുടെ സമയത്തിനായിട്ട് ഞാൻ തന്നെത്താനെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. മോള് ഇവിടെ നിൽക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹം ചീത്ത മനുഷ്യനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അദ്ദേഹം ഈ പൈസയെല്ലാം ചെലവാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ വാങ്ങി, അല്ലെങ്കിൽ ഫോൺ വാങ്ങി, അദ്ദേഹത്തിൻ്റെ പൈസയല്ലേ. പ്രിൻ്റർ വാങ്ങി, അതുപോലെ തന്നെ ക്യാമറ വാങ്ങി, ഇത് പ്രോഗ്രാം സൂം ചെയ്യാനായിട്ട്, എല്ലാം അദ്ദേഹത്തിൻ്റെ പൈസയല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു കണക്കിന് ഞാൻ സേവിക്കുന്ന കണക്ക് പ്രസംഗം പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലെങ്കിലും രോഗശാന്തി നടത്തുന്നില്ലെങ്കിലും അദ്ദേഹവും ഇൻഡയറക്ട്ലി ദൈവത്തെ സേവിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എന്നെ അക്യൂസ് ചെയ്യാതെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? അയാൾ നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് അയാൾ ശരിയാകാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്നെക്കാളൊക്കെ മുന്നേ ഒരു എന്താ പറയുക, ഒരു പ്രതികാര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാണ്. അത്രയ്ക്ക് ഒരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ എന്ത് കാണിച്ചാലും പറഞ്ഞാലും ആദ്യം വന്ന് സോറി പറയുന്ന, ജോ സാരമില്ല, ഞാൻ അങ്ങനെ തെറ്റിപ്പോയി, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ്. നമുക്കൊക്കെ വലിയ ദൈവത്തോട് അടുത്തിരിക്കുന്ന ആൾക്കാരാണ്. 3-4 ദിവസം മോന്തയും കുത്തി വീർപ്പിച്ചുകൊണ്ട് ഭർത്താവിനെ ഇങ്ങോട്ട് കണ്ടാൽ പൂട്ടിയിടിച്ചാലും മിണ്ടത്തില്ല, അങ്ങപ്പുറത്തോട്ട് തിരിഞ്ഞു പോകും. ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടുള്ള ആളാണെന്ന് പോലും പരിചയമില്ലാത്ത കണക്ക് നിന്നെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്ത് അവിടെ ഇരിക്കുക. എല്ലാവരുടെയും സ്വഭാവം എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ. ജീസസ്, 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 ജീസസ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾ ഹൃദയം കൊണ്ട് എപ്പോഴും താങ്ക് യു ലോർഡ്. നിങ്ങൾ വലിയ പ്രാർത്ഥിക്കരുത്. അതിന് സമയം ദൈവം പറയുന്നില്ല. നിങ്ങളുടെ ജോലിക്ക് പോകേണ്ടടുത്ത് വീട്ടിലിരുന്ന് നന്ദി എന്ന് പറഞ്ഞാൽ കൊച്ചങ്ങളുടെ ചെലവ് നടക്കുക, നിങ്ങളുടെ കാര്യം നടക്കുക, വാടക കൊടുക്കണ്ട, ബില്ല് കൊടുക്കണ്ട, അങ്ങനല്ല. ഈശോയെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ, അങ്ങേക്ക് നന്ദി. ഈശോയെ എനിക്കിപ്പോൾ ജോലിക്ക് പോകാനായിട്ടൊരു കാറുണ്ട്. കാറില്ലാണ്ട് സൈക്കിളിലെയും മഞ്ഞത്ത് നടന്നു പോകുന്ന ആൾക്കാരും ഉണ്ടാകും. നന്ദി പറയുന്നു ഈശോയെ. കാറിൽ പെട്രോൾ ഒഴിക്കാനുള്ള കാശുണ്ട്, അതിന് നന്ദി പറയുന്നു ഈശോയെ. ഞാൻ ലഞ്ച് പാക്ക് ചെയ്യാണ്. എനിക്ക് ലഞ്ച് കഴിക്കാനായിട്ട് 3 നേരം ആഹാരം കഴിക്കാനുണ്ട് ഈശോയെ. നന്ദി കേട്ടോ. ഈശോ എൻ്റെ ബില്ലുകളെല്ലാം പേ ചെയ്യാനായിട്ട് മന്ത്ലി എനിക്ക് പേയ്മെൻറ്റ് നടന്നു. അതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മൾ വിചാരിക്കും, അയ്യോ ഞാനങ്ങ് അധ്വാനിച്ച് അങ്ങ് ഉണ്ടാക്കിയതാന്ന് പറയാം. ഉണ്ടാക്കിയതാണ്. നിനക്ക് ആരോഗ്യമില്ലേ, നീ അവിടെ കട്ടുമ്മേ അവിടെ മാറി കിടക്കത്തേ ഉള്ളൂ. ജോലിക്ക് പോകാൻ പറ്റത്തില്ല, നിനക്ക് ശമ്പളവും കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നീ ഉണ്ടാക്കിയ വിശേഷം പറയാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിനക്ക് ദൈവം ആരോഗ്യം അങ്ങ് തന്ന ഈശോയുടെ അങ്ങ് തന്ന ആരോഗ്യം കൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. അതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. എനിക്കിപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സാഹചര്യമില്ല, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും മാസം തോറും
പൈസ എടുത്ത് വല്ലയിടത്തും വലിച്ചു വാരി കളയാനായിട്ട് ഇവിടെ അങ്ങനെ അതുമാതിരി പണക്കാരെയും ഞാൻ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അന്നന്നത്തെ അപ്പം തന്ന് നടത്തുന്നുണ്ടോ? നന്ദി പറഞ്ഞു. കാരണം അന്നന്നത്തെ അപ്പം കഴിക്കാനില്ലാത്തവര് 1 കിലോമീറ്റർ അപ്പുറത്ത് പോകണ്ട, ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തിനകത്ത് ഒരു 100 പേര് കാണും. കേരളത്തിലെ കാര്യം മെയിനായിട്ട് പറയുന്നു. ഇപ്പൊ ഈ ഫോർക്ലോഷർ വന്നിട്ട് വലിയ റിച്ചായിട്ട് കിടന്ന ആൾക്കാർ അമേരിക്കയിൽ വീടില്ലാണ്ട് ഫുട്പാത്തിൽ കിടക്കുന്ന എത്ര പേരെ നമുക്കറിയണം. ഹാലലുയ, 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 ഹാലലുയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. അപ്പം നമ്മൾ ഇനി ഞാൻ അങ്ങോട്ടേക്ക് നീട്ടുന്നില്ല. നമുക്ക് മറ്റ് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാനുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മസ്റ്റ് ബി ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ആണ്, വൈസ വേഴ്സ. Gratitude should be your attitude. Between you and God, that should be only one line that you need to say to the Lord. Nothing else. ഒന്നും പറയണ്ട. നിന്റെ പ്രാർത്ഥന പോലും അതായിരിക്കട്ടെ. ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി. ആമേൻ, ആമേൻ. ഇതിനെക്കുറിച്ച് വേറെ ടോക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ശക്തമായിട്ട് ഞാൻ പറഞ്ഞില്ല. അത് നാളെ താങ്ക്സ് ഗിവിംഗ് ആയതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ആലെ പറഞ്ഞോളൂ, എന്താണ് അനുഭവം? ദൈവത്തിന് എപ്പോഴും നന്ദി പറയണം. അപ്പൊ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊക്കെ എന്തേലും അനുഗ്രഹങ്ങളാണ്, പിന്നെ തീരാത്ത അനുഗ്രഹങ്ങളാണ്. ഓരോരുത്തരൊക്കെ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത നമ്മുടെ പ്രായത്തിലുള്ള എത്ര പേര് ശോഷിച്ച് ഇപ്പൊ ഒടിഞ്ഞു വീണത് ആകുന്നുള്ള മാതിരി നടക്കുന്ന എന്തേരം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ഓരോ ദിവസവും നടത്തുന്നുണ്ടല്ലോ, ഉറങ്ങി എണീറ്റ് രാവിലെ എണീക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം രോഗങ്ങൾ വരുന്നില്ല, ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, കാലാവസ്ഥ നമുക്ക് കിടക്കാനുള്ള വീടുണ്ട്. അതെ, വീടുണ്ട്, വസ്ത്രങ്ങളുണ്ട് ഇഷ്ടംപോലെ, നല്ല സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഇപ്പൊക്കെയാണ് കുറച്ച് നാളൊക്കെ ഞാൻ എല്ലാരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം ഒത്തിരി സ്വന്തമായിട്ട് ഒത്തിരി പേര്, ഒരു ഭയങ്കര വലിയ അനുഗ്രഹമാണ്. എപ്പോഴും നന്ദി മാത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. സോഫി, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്നാണ്. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ വന്നിട്ട് നമ്മൾ അതിനൊക്കെ നന്ദി പറയാണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എല്ലാ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഈ നിൽക്കുന്നത് തന്നെ വലിയ കാര്യം. ചെവി കണ്ണുണ്ടാവില്ല, ചെവി കേൾക്കില്ല, ഒരു കൈ ഉണ്ടാവില്ല, ഒരു കാലുണ്ടാവില്ല, നടന്ന് മുടങ്ങി നടക്കണവരെ കാണാൻ. ദൈവം അതൊന്നും ഇല്ലാണ്ട് അവരെയൊക്കെ കാണുമ്പോ നമ്മൾ നന്ദി പറയും. ഞാൻ പറഞ്ഞിരിക്കും, നന്ദി പറഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് പല വസ്ത്രങ്ങൾ ഉടുക്കാൻ വസ്ത്രം, അങ്ങനെ മനസ്സമാധാനക്കേടുണ്ടെങ്കിൽ ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കും. പിന്നെ നമ്മൾ അനുഗ്രഹത്തിന്റെ ഉറവായ യേശുവിന്റെ അനുഗ്രഹങ്ങൾ തരുമ്പോ നന്ദി പറയാതിരുന്നിട്ട് ചിലപ്പോ നമ്മള് മറന്നു പോകുന്നുണ്ട് ചില കാര്യങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചില സമയത്ത് നമ്മൾ പരാതികളെ കൊണ്ട് നന്ദി പറയാതിരിക്കുന്നുണ്ട്. കിട്ടാത്തതിനെ കുറിച്ച് തന്നതിനെ കുറിച്ച് നന്ദി പറയാനില്ല, കിട്ടാത്തതിനെ കുറിച്ച് മാത്രം പരിഭവം പറയണം. പിന്നെ ഒരു കാര്യം പറഞ്ഞാല് ദൈവം തരുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ സ്രോതസ് അടച്ചു കളയുന്ന പറഞ്ഞിരിക്കണം. അപ്പൊ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. നന്ദി പറഞ്ഞാലേ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ നന്ദി പറയാതെ മാപ്പ് പറയും നീയുള്ളത് ദൈവത്തിനോട് എന്നും നന്ദി പറഞ്ഞ് ജീവിക്കാം. നന്ദി പറഞ്ഞു തീർക്കാൻ ജീവിതം കൊണ്ട് തീരില്ല. അത്രയും അനുഗ്രഹങ്ങൾ ഒരുപാട് ദൈവം വർഷിച്ചതാണ് ജീവിതത്തില്. നന്ദി പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ഒട്ടും മതിയാവില്ല. ഈശോ തന്ന അനുഗ്രഹങ്ങൾ വെച്ച് നോക്കുമ്പോ നന്ദി പറഞ്ഞതിനേക്കാളും കൂടുതൽ പരാതികളും പരിഭവങ്ങളും ആയിരിക്കും. പാസ്റ്റ് എടുത്ത് നോക്കിയാല് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതെനിക്ക് തോന്നുന്നു. ഓരോ സെക്കൻഡ് നന്ദി പറയാൻ ഉള്ള വകയുണ്ടല്ലോ. ഇല്ലാത്ത നമ്മുടെ ശ്വാസത്തിന് വരെ പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ഉള്ളതിന്, എല്ലാം സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ ചുറ്റുമുള്ളതിനും ഓരോ നിമിഷം ഈ ജീവശ്വാസത്തിന് വരെ എല്ലാത്തിനും നന്ദി മാത്രമേ പറയാനുള്ളൂ. ഒരു പാട്ടുമുണ്ട്,
നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ജിത്സി പാടിക്കേ, ആ 2 വരി ഒന്ന് പാടിക്കേ. നന്ദീശുവേ, നന്ദീശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദീശുവേ, നന്ദീശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. പ്രൈസ് ദി ലോർഡ്. നല്ലതായിട്ട് പാടുന്നുണ്ട്. പിന്നെ എണ്ണിയാൽ തീരാത്ത നന്മകൾ, അതും ഉണ്ട് അല്ലേ? അതും 2 പേര് പാടിക്കേ. അത്രേ ഉള്ളു. പ്രൈസ് ദി ലോർഡ്. സാരമില്ല. അപ്പൊ എണ്ണിയാൽ തീരാത്ത വൻ കൃപ. പോട്ടെ, അതവിടെ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാം, നന്ദി വർണ്ണിച്ചാൽ ഈ അതൊരു പാട്ടുണ്ടല്ലോ, ദൈവസ്നേഹം വർണ്ണിച്ചാൽ അത് പറയുന്ന നമുക്ക് ഈ ആയുസ് മുഴുവനും അത് തന്നെ. ഒരു ജീവിതം കൊണ്ട് മുഴുക്കം പോലും നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഈ ജീവിതം പോലും എല്ലാ ദിവസവും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മേരിച്ചാക്കോ. ജോസ്ഫിനെ, ഏറ്റവും വലിയ നന്ദി പറയാനുള്ള ദൈവത്തിനോട്, ഈ ഡൈറ്റ് ഫോർ us on the cross, ഞങ്ങളെ സേവ് ചെയ്ത്, അത് തന്നെ ഒരു സേവ് ചെയ്ത്. അതുകൊണ്ട് ഞങ്ങക്ക് ഇനിയിപ്പോ ഞങ്ങക്ക് സ്ഥാനമുണ്ട്, ഹെവനിലും പോയി അവിടെ ഏജസ് താങ്ക്സ് പറഞ്ഞാലും അത് ഞങ്ങക്ക് അത് തീരെയല്ല. നെവർ എവർ ഞങ്ങൾക്ക് വേണ്ടി സഫർ ചെയ്തത്, ഞങ്ങൾ പാട്ടുണ്ട് വേറെ പറയുന്നുണ്ട്, സഫർ ചെയ്തത് വി ക്യാൻ നെവർ ഫാത്തം, വി ക്യാൻ നെവർ think how much suffering he went through. പിന്നെ അപ്പൊ ഇത് എന്താണ് പറഞ്ഞ, നന്ദിയോടെ സ്തുതി പാടുന്നു ഞാൻ. ആ സോങ് നന്ദിയോടെ സ്തുതി പാടിടം എന്റെ യേശുവേ. ജെർസി പാടിക്കോ. എനിക്കായി നീ ചെയ്ത് ഇനിയിപ്പൊ പാട്ടുപുസ്തകം കരുതി വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. അതെ, വരികൾ എനിക്ക് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എന്നു നന്ദി ചൊല്ലുന്നു. അതൊക്കെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. മേരി, അതൊരു നല്ല പോയിന്റാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെത് അത് ക്രിസ്തുവിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കല്ല ഡേ ടു ഡേയിലുള്ളതും ഈ പാട്ടിൽ വെച്ചിരുന്ന തന്നെ ഞാൻ ഫ്രം ചൈൽഡ്ഹുഡ് തൊട്ട് ടിൽ നൗ ഉള്ള എല്ലാ ഇത് ചെയ്തിട്ട് താങ്ക്സ് ഗിവിംഗ് ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് ഇവൻ പെൻഷൻ ഉണ്ട്, ഇവൻ ഞാൻ നടക്കുന്നത് തന്നെ ഒരു ഇതാണ്. നടക്കാനും ദൈവം തന്നിട്ടുണ്ട്, സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, വീടുണ്ട്, നല്ല ഉറക്കം എത്ര പേർക്ക് ഉറങ്ങാൻ പറ്റാതെ അതിനെല്ലാം. പിന്നെ സേഫ്റ്റി ഉണ്ട്, എത്ര പേര് എവിടെയൊക്കെ കിടന്ന് എന്തെങ്കിലും സേഫ് ആയിട്ട് ഇല്ലാത്ത എത്ര പെണ്ണുങ്ങള് എത്ര പേരുണ്ട്. പിന്നെ പിള്ളേർക്ക് ജോബ് ഉണ്ട്, പിന്നെ ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ലാത്ത എത്ര പേര്, പിള്ളേരില്ലാത്തവർ എത്ര പേര്, പിന്നെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് എത്ര പേര് ബ്രീത്ത് ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി 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 ഉണ്ട് പറയാനായിട്ട്. ദൈവത്തിന് ഇത് ഏതാണ് ഞങ്ങളുടെ സേവ് ചെയ്തല്ല, അത് തന്നെ ഒരു നന്ദി ദൈവത്തിനോട്. ഗ്ലാഡിസ് സ്റ്റീഫൻ പറഞ്ഞോളൂ. എല്ലാ കാര്യങ്ങളിലും നന്ദി അർപ്പിക്കുന്നതാണ് പഠിപ്പിക്കുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കാൻ പറയുന്നു. ചിറക്കിറക്കം പറയുന്ന പോലെ നമ്മൾ ഭയങ്കര സമ്പന്നരാണ്. നമുക്ക്
2 കിഡ്നി ഉണ്ട്, ഉം. കണ്ണുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ശരീരത്തിന് ചിറക്കലാണ്, എല്ലാ ചിറമേലല്ലേ? ചിറമേല് ചിറക്കൽ എന്നാ ശരി. പറഞ്ഞത്, ചിറക്കലല്ല, അല്ല, ചിറമേല്. ചിറക്കല്ല, ചിറമേല്. ഉം. പിന്നെ എല്ലാ ശരീരത്തിലും എല്ലാ അവയവവും ഉണ്ട്. അത് അപ്പൊ തന്നെ ഇരിക്കേണ്ടതുപോലെ ഇരിക്കേണ്ട അതിന്റെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, അതല്ലേ ഏറ്റവും രസം. അതെ, അതിന്റെ വില കൂട്ടി നോക്കിയാൽ തന്നെ നമ്മൾ ഭയങ്കര സമ്പന്നരാണെന്ന് പ്രൈസ് ദ പറയും. ലോർഡ്. അപ്പൊ അതെ കിട്ടിയ ഓരോ ദാനങ്ങൾക്ക് നമ്മള് എപ്പോഴും നന്ദി പറയും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് പറയും, നമ്മൾ എന്ത് ആകണമെന്ന് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മള് എന്താഗ്രഹിക്കുന്നോ അത് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് പ്രൈസ് ദ ലോർഡ്. പറഞ്ഞ ആ വാക്ക് നല്ല ഇതായിരുന്നു. ഉം. പിന്നെ അജാത ശിശുക്കളുടെ അബോർഷനെ പറ്റിയൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ അജാത ശിശുക്കളുടെ ജീവഹത്യ. ജനിക്കാതെ പോകുന്ന കുട്ടികളുടെ അതാണ് ഏറ്റവും ഒരു ഫാഷൻ പോലെ ചെയ്തു വിടുക. അവരറിയുന്നില്ല അതൊരു ജീവനാണെന്നോ, കുത്തി കൊല്ലുന്നു, ശരിക്കും ഹത്യയാണ് നടക്കുന്നത് എന്നൊന്നും അറിയുന്നില്ല. ഒരു ഫാഷൻ പോലെ അത് അബോർഷൻ എന്നും പറഞ്ഞ് ചെയ്യുന്നത്. പിന്നെ പെൻഷൻ കിട്ടി, ഭർത്താവ് ഉണ്ട്, ഒക്കെ അതൊന്നും നമ്മള് അങ്ങനെ എല്ലാ ദിവസവും കിട്ടിയ ദാനങ്ങളെ ഓർത്ത് നന്ദി ദൈവമേ രാവിലെ അങ്ങ് പറയുന്ന ഒറ്റ വാക്കിൽ അങ്ങ് ഒതുക്കുകയുള്ളൂ. എടുത്തെടുത്ത് പറയുന്നില്ല. പക്ഷെ അതിങ്ങനെ എടുത്തെടുത്ത് പറയണമെന്ന് പിന്നെ ഓർമ്മിപ്പിച്ചതിന് ശരിക്കും അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ രാത്രി കഴിഞ്ഞ് പ്രഭാതം ആവുമ്പോഴ് പ്രഭാതം തന്ന് അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി. ഓരോ കാര്യത്തിന് നന്ദി. പിന്നെ നമ്മുടെ പ്രാർത്ഥന തന്നെ നന്ദി ആവട്ടെ എന്ന്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളൊന്നും ഓർക്കാതിരിക്കുന്ന നന്ദിയോടെ പ്രാർത്ഥിക്കണം എന്ന് ഒറ്റ വാക്കിൽ അങ്ങ് നന്ദി എന്ന് പറയും. ആ പ്രാർത്ഥന തന്നെ എല്ലാം പറഞ്ഞ് നന്ദി ആകട്ടെ എന്ന് പറഞ്ഞത് വളരെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ രാത്രി എപ്പോ കഴിഞ്ഞ കുഞ്ഞിതിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്, ഞാൻ ഉറങ്ങാൻ പോകും വലിയ പാട്ടാ അത്. പാപങ്ങൾ പോലും എൻ കണ്ണനെ കഴിയുക പുണ്യ പ്രവർത്തികൾ ചെയ്യാൻ. അത് നല്ലൊരു മീനിങ് പാട്ടാണ്. ഓക്കെ, ഗ്ലാഡിസ്. ആമേൻ, ആമേൻ, ആമേൻ. ഗ്ലാഡിസ്, ആ പോയിന്റ്സ് എല്ലാം വളരെ നല്ലതായിരുന്നു. നമ്മുടെ പ്രാർത്ഥന തന്നെ നന്ദിയായിരിക്കട്ടെ മുഴുവൻ. മേഴ്സി പുത്തമ്പര പറയാൻ പറ്റുമോ? ജോലിയാണോ? ജോലി ഞാൻ കുറെ കേട്ടു. അവസാനം വന്ന നന്ദിയുടെ കേട്ടു. അവസാനം അതിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. നാളെ താങ്ക്സ് ഗിവിംഗ് ആണല്ലോ നിങ്ങൾക്ക്. അതെ, നന്ദി. നമ്മുടെ ജീവിതം മുഴുവൻ നന്ദി മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് എല്ലാത്തിനും എനിക്കൊരു ജീവിതം തന്നതിന്, നമ്മുടെ പിന്നെ ഹസ്ബൻഡിനെ തന്ന, മക്കളെ തന്ന, ഫാമിലി, തന്റെ അപ്പനും അമ്മേന്റെ എത്രയോ ആൾക്കാർ അനാഥകൾ, അങ്ങനെയൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. പിന്നെ സിസ്റ്റർ പറഞ്ഞ എന്നെയെന്ന് പറയാമല്ലോ, പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ ഓർക്കാറുണ്ട് എപ്പോഴൊക്കെ. ഫുഡ് കഴിക്കുന്നത് നമുക്കെല്ലാം ആരോഗ്യം തന്നിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര ഒരു ഇതാണല്ലോ. ഏറ്റവും വലിയ നമ്മുടെ സമ്പത്ത് അത് തന്നെയാണല്ലോ, ആരോഗ്യം. വേറെ ഒന്നും. പിന്നെ അതിന് താങ്ക്സ് ഒത്തിരി പറയാം. പിന്നെ ആലേ പറഞ്ഞ ആ പാട്ടിന്റെ എപ്പോഴും ഞാൻ ഉറങ്ങുന്നതിന് പോകാറുള്ളപ്പം പാടുന്ന പാട്ടത്, ഞാൻ ഉറങ്ങാൻ പോകും മുമ്പേ. അത് ഗ്ലാഡിസാ പറയാ, ആരെയല്ല. ഞാനും എപ്പോഴും പാടാറുണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ നന്ദി പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഡബിൾ പോർഷൻ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഹല്ലേലൂയ. സുജ പറയാൻ പറ്റുമോ? എപ്പോഴാ കയറി? ഞാൻ ലാസ്റ്റ് കയറിയത്, നന്ദിയുടെ കാര്യം പറഞ്ഞപ്പോഴാ കയറിയത്. അതേ പറഞ്ഞുള്ളൂ, ഇന്ന് വേറൊന്നും പറഞ്ഞില്ല ജോസ്ഫിന്. ദൈവം എല്ലാ ആഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും പോരാ, അതുപോലെ നന്ദി പറയുന്നുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പിലായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എപ്പോഴും നടക്കുന്ന വഴി പോകുന്ന വഴി എല്ലാ യേശു നന്ദി തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവമേ നമുക്ക് നാവ് സംസാരിക്കാൻ തന്നതിനെ ഓർത്ത് നന്ദി പറയുക, മിണ്ടാൻ വരുന്നവർക്ക് എന്തോരം ഈ ലോകത്തിലേക്ക് പിറന്ന് വീഴുന്ന കഴിയുമ്പോഴത്തേന് ഇതൊന്നും ഇല്ലാതെ ജനിക്കുന്ന എന്തോരം മക്കളുണ്ട്. അപ്പൊ നമുക്ക് ദൈവം എല്ലാ അവയവങ്ങളോടും കൂടി വന്നപ്പോ എപ്പോഴും നമ്മള് എത്ര നന്ദി പറഞ്ഞാലും പോരല്ലോ, എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞോണ്ടേ ഇരിക്കണം.
പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യം, നമുക്കെല്ലാം കിട്ടിയ ബോധ്യങ്ങൾ നല്ലതാണ്. ഒരാളുടെ ബോധ്യമല്ല വേറൊരാൾക്ക്. അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ കളക്റ്റീവായിട്ട് ചിന്തിക്കുമ്പം നമുക്കൊരു നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ഇതിലാണ്, നമ്മൾ ഗ്രേസിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇന്ന് നാളെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ട് തന്നെ വന്നോളൂ. 2 മിനിറ്റ് വെച്ചിട്ട് എല്ലാവരും നന്ദി സൂചകമായിട്ട് നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നാളെ പ്രാർത്ഥിക്കാം. അപ്പം ഇപ്പം ഈ ടോക്ക് നിർത്തുകയാണ്. ജിപ്സി ഇന്ന് സഹായിക്കണേ. ബൈബിൾ എടുത്തോളൂ. സോഫിക്ക് തൊണ്ട മേലാണ്ടിരിക്കാണല്ലോ. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ ബൈ ഇല്ല, ഞാൻ എടുത്തു. ഓക്കെ. പരിശുദ്ധ എന്തായിരുന്നു പറയേണ്ടത്? ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ജീസസ് വിസ്ത മികാലിന്റെ അല്ല, കഴിഞ്ഞല്ലോ അതല്ലേ. ഇനി എന്താണ്? ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. യേശുവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഹാലേലിയ ഹാലേലിയ. സുജ, എന്താ കിട്ടിയത് ദർശനം? നാമത്തിൽ ആമേൻ. ഇപ്പം ക്രൂശനായ ഒരു ഈശോയെ കണ്ടത്. പിന്നെ ക്രൗഡ് ധരിച്ച ഒരു കുഞ്ഞുണ്ണീശോനെ കാണുന്നുണ്ടായിരുന്നു. എന്ത് ധരിച്ചത്? ഉണ്ണീശോ ഇങ്ങനെ കിരീടം ധരിച്ചിരിക്കുന്ന ഒരു ക്രൗൺ ധരിച്ചിരിക്കുന്നത്. ഓക്കെ, ഉണ്ണീശോനെ കണ്ടു. ഓക്കെ. പിന്നെ നവവ്രത മാലാഖമാര്. നമ്മുടെ ഗ്രൂപ്പിലാണോ? അതെ, നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ മാലാഖമാരിങ്ങനെ നിൽക്കുന്നതായിട്ട്. ഒരു വലിയ മാലാഖ, ചെറുതല്ല, വലിയ മാലാഖ. ഓക്കെ. വിസ്ത മിഖാലായിരുന്നോ? അല്ലാത്ത. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഇത്രേ കണ്ടുള്ളൂ. അപ്പം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. നവവൃന്ദ മാലാഖമാർക്ക് നന്ദി പറയാം. പിന്നെ അതെ. പിന്നെ ആരായിരുന്നു സുജ? ഈശോയുടെ ക്രൂശനായ ഈശോയ്ക്ക് നന്ദി. ഉണ്ണീശോ കിരീടം വെച്ച ഉണ്ണീശോയ്ക്ക് നന്ദി പറയാം. കിരീടം വെക്കണമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മേരിച്ചാക്കോ? ഒരു പ്രാവശ്യം ക്രൗൺ ഓഫ് തോൺസ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന, താഴത്ത് വെച്ചേക്കുന്ന പോലെ അതിൻ്റെ, പക്ഷെ അതിൻ്റെ അകത്ത് ലൈറ്റ് ഉള്ള ഒരു ലൈറ്റ് ഉണ്ട് സറൗണ്ടിങ്, അങ്ങനത്തെ ഉള്ള ഒരു ദർശനം കണ്ടു. പിന്നെ ഇനി എന്റെ തലേന്ന് മുൾക്കിരീടം എടുത്ത് താഴെ വെച്ചു എന്നാണോ കാണുന്നത്? ക്രൈസ്ത ദി ലോർഡ്. ഇതൊരു മുൾക്കിരീടം തന്നെയായിരുന്നല്ലോ. വിഷൻ കണ്ടതിനകത്ത് മുതസ്സിന് ഒരു നിങ്ങളിങ്ങനെ കാലണ്ടറിൽ കാണുന്ന പോലെ ഉണ്ടല്ലോ, അങ്ങനെ ക്രൗൺ ഓഫ് തോൺസ് പുള്ളി അവിടെ സറൗണ്ടിങ് അതെ ഉണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ. പിന്നെ കണ്ടെന്നുള്ളത് ക്രോസിന്റെ അടുത്ത് മാതാവും മേരി മാഗ്ദലിനയും കൂടി നിൽക്കുന്നുള്ളൊരു അങ്ങനത്തെ ഒരു ദർശനം കണ്ടു. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നുന്നു അവര് കുരിശിൽ കിടക്കുന്ന ഈശോയോട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ടാവുന്ന. അതുകൂടാതെ ജീസസിന് മാതാവിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോഴുള്ള അങ്ങനത്തെ ഉള്ള ഒരു ദർശനം. ബേബി ആയിരിക്കുമ്പോ, ഉണ്ണി ആയിരിക്കുമ്പോഴുള്ള? ഇല്ല, മരിച്ചു കഴിഞ്ഞ. അത് ഇന്നലെ ആരാണ്ട് പിയാത്തോടെ ഇത് ഇന്നലെ ഒരാള് കണ്ടായിരുന്നല്ലോ. സുജയാ കണ്ടതല്ലേ? ഇന്നലെയും കണ്ടിരുന്നു. അത് നല്ലതായിട്ട് കാണുന്നു. അതെ, മേരി ഇന്ന് ഇപ്പൊ കണ്ടു. പിന്നെ കണ്ടെന്ന് ഹോളി സ്പിരിറ്റ് ഇങ്ങനെ ഹോളി സ്പിരിറ്റിന്റെ ഡാവിന്റെ ഫെദേഴ്സ് ഇങ്ങനെ താഴത്തോട്ട് എന്ത് ചെയ്ത് കിടക്കുകയുണ്ട്, താഴെ വാലിന്റെ ഭാഗം, വാല് പോലത്തെ. അപ്പൊ ആ ബോഡിയും ഫെദേഴ്സിന്റെ ഒക്കെ നടുക്കുള്ള ഭാഗത്ത് കർത്താവിന്റെ ഒരു ഫേസ്, അങ്ങനത്തെ ഉള്ള. നല്ല ഇതുവരെ അങ്ങനെ ഒരെണ്ണം കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. പിന്നെ കണ്ടെന്ന് ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഞാൻ സെയിന്റ് ഫൗസ്റ്റീനാണ് കണ്ടത്. സെയിന്റ് ഫൗസ്റ്റീന നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കാം. സെയിന്റ് ഫൗസ്റ്റീനയ്ക്ക് നന്ദി പറയാം. ഹോളി സ്പിരിറ്റ് വിത്ത് ജീസസ് നമുക്ക് നന്ദി പറയാം. പിന്നെ ആരാണ്? ഹല്ലേലൂയ ഹല്ലേലൂയ. മദർ മേരി മാഗ്ദലിൻ. കുരിശ്, അതൊരു ചിത്രം അങ്ങനെ ഉള്ളത് തന്നെയാണ്. കുരിശും കുരിശിനടിയില് 2 ലേഡീസ് നിൽക്കുന്നത്. അമ്മ, അതങ്ങനെ ഒരു പടം ഉള്ളത് തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ അവർക്കെല്ലാം നന്ദി പറയാം. ഈശോയ്ക്ക് നന്ദി പറയാം.
ദർശനങ്ങളെല്ലാം സുജയ്ക്കും മേരിച്ചക്കയ്ക്കും കൊടുത്ത പരിശുദ്ധാത്മാവിനും നന്ദി പറയാം. ആമേൻ. ആലെ തയ്യാറായിക്കോ. ജിപ്സി കണ്ടോ എല്ലാം? ഇല്ല. ഓക്കെ. ആല പറഞ്ഞു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാണ്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകമുള്ള ഒരു ടോക്കായിരുന്നു സിസ്റ്റർ ഇരുന്നത്. പിന്നെ ഉണ്ണീശോയെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന മാതാവിനെയാണ് ഇന്ന് കണ്ടത്. Praise the Lord. പിന്നെ വിശുദ്ധ മിഖായേലിന്റെ സാന്നിധ്യം സിസ്റ്ററിന്റെ വീട്ടിലും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും കണ്ടു. മാതാവിന്റെ വീട്ടിലുണ്ടായിട്ട് കണ്ടു. പിന്നെ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ അരളിക്കയില ബ്ലഡ് കട്ടിയായിട്ടൊരു സ്ഥലത്ത് കാണുന്നില്ല, അവിടെ നിന്ന് ഇങ്ങനെ തിരക്ക് തുള്ളി തുള്ളിയായിട്ട് താഴേക്ക് വീഴുന്ന അങ്ങനെ കണ്ട്. Praise the Lord. അത് നമ്മളിൽ ഓരോരുത്തരിലായിട്ടും സംരക്ഷണമായിട്ടും ഹീലിംഗ് ആയിട്ടും മനസമാധാനമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം അത് വരുന്നുണ്ടെന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ആ കണ്ണിന്റെ അത് കണ്ടു. ഒരു കണ്ണ് എനിക്കും തോന്നി അതിന്റെ ആ നേരെ താഴ്വശത്ത് അല്ലേ, അങ്ങനെ എനിക്കും തോന്നിയിരുന്നു. ചെറിയതാണ് പക്ഷെ ഒത്തിരി വലുതല്ല. കൃഷ്ണമണി അങ്ങനെ നടുക്കങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അത് ശരി. ഞാൻ അങ്ങനെ എനിക്കൊന്നും ഒരു തോന്നലുണ്ടായിരുന്നു. ആമേൻ ആമേൻ. പിന്നെ കരുണക്കൊന്തയുടെ സമയത്ത് കുറെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറി പോകുന്ന കണ്ടു. താങ്ക് യു ജീസസ്. പിന്നെ ഒരു വൈറ്റ് ഫ്രോക്ക് ഇട്ട ഒരു പെൺകുട്ടിയെ കണ്ടു. അതിനു മുമ്പ് കണ്ടിട്ടുള്ള പെൺകുട്ടി തന്നെയാണ്. താങ്ക് യു ജീസസ്. പിന്നെ വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ ഫൗസ്റ്റീനാമയും കണ്ടു. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് വിശുദ്ധ അൽഫോൻസയ്ക്കും വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കും വീണ്ടും നന്ദി പറയാം. ദർശനം കൊടുത്ത പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. ഈശോയുടെ കണ്ണ് അരളിക്കയിൽ കാണാൻ പറ്റിയതിന് നന്ദി പറയാം. അവിടെ നിന്ന് തിരുരക്തം ഒഴുകി തുള്ളി തുള്ളിയായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലോട്ട് നമ്മളുടെ എല്ലാ ശരീരത്തിലോട്ട് വന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പിന്നെ ആരെയാണ്? വിശുദ്ധ മിഖായലിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയാം. മാതാവിനെ ഓർത്ത് നന്ദി പറയാം. ഈശോയെ ഓർത്ത് നന്ദി പറയാം. വിശുദ്ധ മിഖായൽ ഉണ്ണീശോയായിട്ടുള്ള മാതാവിന് നന്ദി പറയുന്നു. ആമേൻ. ഇപ്പൊ ഈ സ്വർഗത്തിലിരിക്കുന്ന ആൾക്കാരെല്ലാം മിക്കവാറും നമ്മുടെയൊക്കെ ഓരോ വീടുകളിൽ വൈകുന്നേരം വിസിറ്റേഷൻ നടത്തുന്നുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. നമുക്കെന്നാ പ്രാർത്ഥിച്ചു വെക്കാൻ. കർത്താവായ ദൈവമേ, ഇന്ന് ഈ ഗ്രൂപ്പിൽ കയറാൻ ഉള്ളതും എങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ജോലി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് കയറാൻ പറ്റാത്തതായിട്ടുള്ള ആൾക്കാരെ അവരുടെ നിയമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ നേരെ ഞാൻ എൻ്റെ കരുത്തെ ഉയർത്തുന്ന കർത്താവെ, അങ്ങയുടെ ആണപ്പെടുത്തേറ്റക്കാരെ ഇവരുടെ തലയിൽ വെക്കണമേ. പ്രത്യേകിച്ച് സൂസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് പനിയുണ്ട്. നാളെ രാവിലെ ആശുപത്രിയിൽ വീണ്ടും കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് അവിടുന്ന് വീണ്ടും വരണം. അപ്പോൾ അതിനെല്ലാം ഓർത്ത് കർത്താവെ കൂട്ടത്തിലിരിക്കണമേ. ഒരു ഇൻഫെക്ഷനും ഉണ്ടാകരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെസ്റ്റിലെല്ലാം കാണിച്ചു കൊടുക്കുക. അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് വേഗം തന്നെ സൗഖ്യം പ്രാപിച്ച് നല്ലൊരു ക്രിസ്മസ് ആ മകൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. ഹല്ലേലൂയ. അനാഥയാണ് അവൾ, വിധവയാണ് അവൾ. ഹല്ലേലൂയ. കർത്താവെ കരുണയായിരിക്കണമേ. അതുപോലെ തന്നെ ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും സമർപ്പിക്കുന്ന അങ്ങയുടെ ചങ്കിൽ നിറങ്ങിയ തിരുരക്തം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ചുറ്റും സംരക്ഷണ കോട്ടയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചുറ്റും ഞങ്ങളുടെ മക്കള് കൊച്ചുമക്കളെല്ലാവർക്കും കർത്താവ് സംരക്ഷണ കോട്ടയായ രക്തം മാറുമാറാകട്ടെ. അങ്ങയുടെ രക്തത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയുള്ളത്, പ്രത്യാശയുള്ളത്. ഈ വീട്ടിനകത്തും കർത്താവെ, എൻ്റെ മുറിയിലും എല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ മുറിയിലും എല്ലാം അങ്ങയുടെ തിരുരക്തം ഇപ്പോൾ വീഴ്ത്തണമേ. പൈശാചിക കുടിലങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുള്ള ഈ ചീവീടുകൾ കർത്താവെ, ഇവിടെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കഴിയുന്നു. വേദനയിൽ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് കർത്താവെ. കരുണ കാണിക്കണമെന്ന് യാചിക്കുകയാണ് കർത്താവ്. എൻ്റെ മകളെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ, അങ്ങയുടെ തിരുരക്തം അവളുടെ മേൽ ഒഴുക്കണമേ. മാനസാന്തരത്തിൻ്റെ അരുവിയെ കൊടുക്കണമേ. ഹസ്ബൻഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വരാമാകുന്ന സകല ആപത്തിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും പീഡമരണങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ മക്കളെ ഓരോരുത്തരെയും ഓരോ കുടുംബാംഗങ്ങളെയും സംരക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബി ബ്ലസ്ഡ്, സ്റ്റേ ബ്ലസ്ഡ്. ഹല്ലേലൂയ.